എല്ലാ രാത്രിയും കടല് 3 വട്ടം അള്ളാഹുവോട് സമ്മതം ചോദിക്കും, പടച്ചവനെ ഞാൻ ഈ ജനങ്ങളെ ഒന്ന് നക്കി തുടച്ചോട്ടെ. കടല് സമ്മതം ചോദിക്കും. 1/2 മീറ്റർ കൂടി ഉയരം ആ അറബിക്കടൽ ഉയർന്നാൽ കോഴിക്കോട് ഇല്ല. അള്ളാഹു കാക്കട്ടെ. 1/2 മീറ്റർ ഉയർന്നാൽ മതി. 1/2 മീറ്റർ, 1/2 മീറ്ററോ 3/4 മീറ്ററോ 1 മീറ്ററോ ഉയർന്നാൽ കേരളം ഇല്ലാതെയാവും, കേരളമില്ലാതാവും. പടച്ചോ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വർക്കപ്പറ അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചെയ്യല്ലേ എന്ന് കടലിനോട് അള്ളാഹു തആല അടക്കി നിർത്തുകയാണ്. അല്ലെങ്കിൽ കടൽ ഒറ്റ രാത്രി കൊണ്ട് നാട്ടുകാരെ തിന്നു തീർക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അത് ശ്രദ്ധിക്കണം, വളരെ ചിന്തിക്കണം. ഒരു നാട്ടിൽ അക്രമം അരാജകത്വം വാഴുന്നു. ആ നാട്ടിലെ നേതാക്കൾ അതിന്റെ കൈ പിടിക്കാൻ തയ്യാറില്ലെങ്കിലോ പിന്നെ ആ നാട്ടിൽ അള്ളാന്റെ ശിക്ഷ ഉറപ്പാണ്. എങ്ങനെയാണോ ക്യാൻസർ കൂടിയത്? എങ്ങനെയാ ക്യാൻസർ കൂടിയത്? ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി മുതൽ എല്ലാ രാത്രിയും കോഴിക്കോട്ടൂടെ തിരുവനന്തപുരത്തേക്ക് രാത്രി പോകുന്ന വണ്ടിക്ക് ഒരു കമ്പാർട്ട്മെന്റ് അഡീഷണൽ കൂട്ടിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി മുതൽ. ഒന്നും കൂടി ഞാൻ പറയാം, നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ. ഈ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി മുതൽ വൈകുന്നേരം വണ്ടി രാവിലെ 5-5:30 മണിക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാം. അങ്ങനത്തെ ഒരു വണ്ടി ഉണ്ടല്ലോ. ആ വണ്ടിക്ക് എല്ലാ ദിവസവും അഡീഷണൽ ഒരു കമ്പാർട്ട്മെന്റ് കൂട്ടിയിട്ടുണ്ട്. എല്ലാ ദിവസവും. എന്തിന്? ക്യാൻസർ രോഗികൾക്ക് വേണ്ടി. കാരണം തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ 70% രോഗികളും മലബാറികളാണ്. പഠിച്ചോ നമ്മളെ കാക്കട്ടെ. ഒരാൾക്ക് ക്യാൻസർ ഇല്ലാത്ത കാലമായിരുന്നു ഒരു 10-25 കൊല്ലം മുമ്പ്. ഒരാൾക്കില്ല. അപൂർവമായിരിക്കും. കൊല്ലങ്ങളിൽ എപ്പോഴെങ്കിലും ഒരു നാട്ടിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടെങ്കിൽ. ഇന്നെന്താ എല്ലാ രാത്രിയും റീജിയണൽ ക്യാൻസർ സെന്ററിൽ കിടക്കുന്നതിൽ 70% മലബാറിലെ മുസ്ലിമീങ്ങൾ. പഠിച്ചോനെ അള്ളാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എന്തേ മുഅ്മിനീങ്ങളെ, ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. മഹല്ലുകൾ ജാഗരൂകരാകണം. അരാജകത്തെ ഒരു നാട്ടിൽ വളർന്നു പോയാൽ ആ നാട്ടിന്റെ അധികാരികൾ അതിന്റെ കയ്യെ പിടിച്ചിട്ടില്ലെങ്കിൽ ആ നാടാകെ അള്ളാന്റെ ശിക്ഷ വ്യാപിക്കുന്നതാണ്. ഖാല റസൂലുള്ളാഹി. അരാജകത്വം തെറ്റ് ചെയ്യാതായ മാത്രം പോരാ, ചെയ്തവന്റെ കയ്യെ പിടിക്കണം. കാരണം കയ്യെ പിടിച്ചിട്ടില്ലെങ്കിൽ ശിക്ഷ ആദ്യം അയാൾക്ക് കൂടി ഉണ്ടാവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഒരു നാട്ടിൽ തിന്മ വളർന്നപ്പോൾ ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു. എന്താ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? ഒന്ന് ശ്രദ്ധിക്കുന്നില്ലേ? ഒരുപാട് വിഷയം പറയാണ്ട്. മഹാനായ ഹബീബായ റസൂലുള്ളാഹി പറയാ, ഒരു നാട്ടിൽ തിന്മ വളർന്നപ്പോൾ ആ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു ജിബ്രീലിനെ പറഞ്ഞയച്ചു അലൈഹിസ്സലാം. ജിബ്രീൽ ആ നാടിൽ വന്നു നോക്കി. അപ്പോൾ ആ നാട്ടിൽ സാലിഹായ മനുഷ്യന്റെ വീട് കണ്ടു. റബ്ബിലേക്ക് മടങ്ങിപ്പോയി. എന്നാ ഇടപെട് ഒന്ന് മനസ്സിലായോ പറഞ്ഞത്? ഒരു നാട്ടിൽ തിന്മ വളർന്നപ്പോൾ ആ നാടിനെ നശിപ്പിക്കാൻ അല്ലാഹു തആല ഉറക്കം കൊണ്ട് പറ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയച്ചു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ആ നാട്ടിൽ പോയി. ആ നാട്ടിനെ പോയി നോക്കുമ്പോൾ ഫീഹിം ബൈത സാലിഹിൻ. ആ നാട്ടിലൊരു സാലിഹായ മനുഷ്യന്റെ വീട് കണ്ടപ്പോൾ ഫറജഅ ഇലാ റബ്ബിഹി. റബ്ബിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോ അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവേ കൈഫ ഉഗ്ലികും വഫീഹിം ബൈതു സാലിഹിൻ. അല്ലാഹുവേ ആ കൂട്ടത്തിൽ ഒരു സാലിഹായ മനുഷ്യന്റെ വീടുണ്ടല്ലോ, എങ്ങനെ ഞാൻ അയാളെ ആ നാട് നശിപ്പിക്കുക? ആ നാട് നശിപ്പിച്ചാൽ ആരും പെടുമല്ലോ. അസാലിയായ മനുഷ്യന്റെ വീടും പെടൂല്ലേന്ന് പടച്ചവനെ. അല്ലാഹു ഉടനെ പറഞ്ഞു, ആദ്യം അയാളെയാണ് പിടികൂടേണ്ടത്. കാരണം ഈ കുറ്റം അവിടെ നടന്നപ്പോൾ അതിനെതിരെ ജിഹാദ് ചെയ്യാതെ നിസ്സംഗത പാലിച്ചതാണ് അയാൾ ഏറ്റവും വലിയ കുറ്റം. അല്ലാഹു കാക്കട്ടെ. ശരി, ഇപ്പൊ തല ഒന്നും കൂടി തിരിയണം, നല്ല പോലെ മനസ്സിലാക്കണം. അത് ഞാനില്ല, അത് എന്റെ കുട്ടികളില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ നാട്ടിലൊരു ചെല്ലുണ്ട്, അവരെ ഖബറിലേക്ക് അവരല്ലേ പോവാ എന്ന് പറയാൻ പറ്റില്ല. ഇത് പ്രത്യേകിച്ച് അധികാരികൾക്ക് പറയാനേ പറ്റില്ല. പള്ളി അധികാരികൾ, മദ്രസ അധികാരികൾ, മഹല്ലിന്റെ നേതാക്കന്മാർ, ഉലമാക്കളിട്ട കുപ്പായം വെറുതെ അല്ല. ഈ കുപ്പായം മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസ്ത്രത്തിന്റെ സിംബലാണ്. ഇത് വെറുതെ ആ പണിയാണ് ഇവിടെ എടുക്കേണ്ടത്. ഇത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മഹാനായ സയ്യിദുനാ ജിബ്രീൽ ആ
നാട്ടിൽ നിന്ന് റബ്ബിന്റെ അടുക്കേക്ക് മടങ്ങിപ്പോയി. റബ്ബേ, ഞാൻ എങ്ങനെ പിടിക്കും അവരിലൊരു സാലിഹായ മനുഷ്യന്റെ വീടുണ്ടല്ലോ. അള്ളാഹ് പറഞ്ഞു, ആദ്യം അയാളെ പിടികൂടുക. മുസ്തഫ നബിയോട് പറഞ്ഞു, പുണ്യ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു നാട്ടിൽ സാലിഹ്യങ്ങൾ ഉണ്ടെങ്കിലും ആ നാട്ടിൽ അള്ളാഹു തആല നശിപ്പിക്കുമോന്ന് ചോദിച്ചു. ഒരു നാട്, ഒരു ഗ്രാമം, ഒരു മഹല്ല്, ആ നാട്ടിൽ സാലിഹ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ നാടിനെ അള്ളാഹു നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു സൈനബ ബീവി ഹബീബ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ റസൂൽ പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബസു ഖാല റസൂലുള്ളാഹി. തമ്മാടികൾ അധികരിച്ചാൽ, മനസ്സിലായില്ല. അപ്പൊ കുറച്ച് സാലിഹ്യങ്ങൾ ഉണ്ടായിട്ട് കാര്യമല്ല. ആ നാട്ടിൽ തമ്മാടികൾ കൂടിയാൽ ആ നാടിനെ അള്ളാഹു നശിപ്പിക്കും. ബുഖാരി മുസ്ലിം മുത്തഫഖുൻ അലൈഹി. ഇനി ഇത് നടപ്പിലാക്കേണ്ടത് കമ്മിറ്റി അല്ലാതെ ആരാണ് ചങ്ങാടി ഇത് നടപ്പിലാക്കുക? ഇതിവിടെ നടപ്പിലാക്കാൻ കമ്മിറ്റി അല്ലാതെ ആരാ നടപ്പിലാക്കുക? ഇവനെ ചിന്തിക്ക്. ഇതാണ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം. ഇത് നടപ്പിലാക്കേണ്ടത് ഖാദി കമ്മിറ്റിയാണ്. ഈ വിഷയത്തിൽ കാര്യമായി പണിയെടുക്കണം. ഈ വിഷയത്തിൽ പണിയെടുത്തിട്ടില്ലെങ്കിൽ അള്ളാഹു ആ ഗ്രാമത്തെ നശിപ്പിക്കുന്നതാ. ഖാല റസൂലുള്ളാഹി. എങ്ങനെ നശിപ്പിക്കുക? എത്ര മഹല്ലുകളാണ് ഉമറാക്കളിൽ പ്രധാനപ്പെട്ടവർ മുഴുവനും ക്യാൻസർ ബാധിച്ച് മരിച്ചു. അള്ളാഹു നമ്മളെ അതൊരു ഇഖാബാണ്. പഠിച്ചോ, നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരു സുഖമല്ല നാട്ടിൽ, ഒരു സുഖമല്ല, ആർക്കുമില്ല. 10 ഉറുപ്പിക ഉണ്ട്, പക്ഷെ ഒരു സുഖമല്ല. ഇഖാബ. എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة. അല്ലാഹു വഴിപ്പെട്ടവർക്ക് സുന്ദരമായ ജീവിതം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതിൽ ഒരു നാട്ടിന് ഇല്ലാതെയാവുന്നുണ്ടെങ്കിൽ ആ നാട്ടിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കാതിരിക്കുക എന്നതാണ് അതിന് കാരണം. മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. വലിയ പള്ളി ഉണ്ടാക്കുക എന്റെ ഉത്തരവാദിത്തം. പള്ളിയുടെ പൊലിമ ഇങ്ങനെ പറയാ, അത് മക്കളെ കെട്ടിക്കാൻ വേണ്ടി മാത്രമാകുന്നു. നമ്മളെ മഹല്ല് പള്ളി വല്ലാതെ പള്ളിയാ. മൂത്താപ്പന മോനാണ് പ്രസിഡന്റ്, അല്ലെങ്കിൽ അളാപ്പ പ്രസിഡന്റ്, വല്യാപ്പ മുത്തവല്ലിയായിരുന്നു, ഞാൻ അതിന് ശേഷം ജേട്ടൻ മുത്തവല്ലിയായിരുന്നു. ഇങ്ങനെ പറയാ, ഇതിന്റെ പൊലിമ പറയണം. അപ്പൊ പറയുന്നവൻ പൊലിമ, പള്ളിയുടെ പൊലിമ പറഞ്ഞു നടക്കുന്നവന്റെ തുണി നെരിയാണിന്റെ താഴെന്ന് ഒരു 4 മീറ്റർ നീളുണ്ടാവും. ഇങ്ങനെ കുറെ ആളുകളെ കാണാം. എന്റെ വാപ്പയായിരുന്നു മുത്തവല്ലി, വല്യാപ്പയായിരുന്നു മുത്തവല്ലി എന്നിങ്ങനെ പറയുന്നതിന് തുണി നെരിയാണിക്ക് താഴെ 4 മീറ്റർ ഉണ്ടാവും ചെയ്യും. എന്തെങ്കിലുമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒന്ന് അരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ചാണെങ്കിലും മീശ താഴത്തേക്ക് നീട്ടിട്ടുണ്ടാവും. അങ്ങനെ കുറെ ആളുകളെ കമ്മിറ്റിക്കാരൻ ഞാൻ കോഴിക്കോട് ജില്ലയിൽ അടക്കം കണ്ടിട്ടുണ്ട്. മീശ ഇങ്ങനെ വല്ലാതെ നീട്ടി നെരിയാണിക്ക് താഴെ അങ്ങോട്ട് പോകുന്നതിനനുസരിച്ച്, ആ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്നതിനനുസരിച്ച് അത്തരം കമ്മിറ്റിക്കാർ വല്ലാതെ കൂടുന്നുണ്ട് എന്ന് തോന്നുന്നു. ബാലുശ്ശേരിക്കാരെ കുറ്റം പറഞ്ഞതല്ല, ആ കുറ്റം പറഞ്ഞതുമാണ്. ആ ഭാഗത്ത് വല്ലാതെ ആ ഏരിയയിലൊക്കെ ഇത്തരം ഒരു സ്വഭാവം ഒക്കെ കൂടിയിട്ടുണ്ട് എന്ന് തോന്നിപ്പോവുക. മലപ്പുറം ജില്ലയിൽ ചില ഭാഗങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ ഈ ഭാഗങ്ങളിൽ ഞാൻ വല്ലാതെ കണ്ടിട്ടുണ്ട്. ഒരു സംസ്കാരമില്ലാത്ത, ഇസ്ലാമിക സംസ്കാരമില്ലാത്ത ചില രീതികൾ. എന്നാൽ അവരൊക്കെ കമ്മിറ്റി പള്ളിയുടെ ആളുകളായിരിക്കും. പള്ളി വളരെ വലുതാക്കും, അതാണ് എൻ്റെ കാര്യം. പള്ളി അങ്ങോട്ട് വലുതാക്കുക, ഇതാണ് എൻ്റെ കാര്യം. പള്ളിയുടെ കാര്യം പറഞ്ഞ മനുഷ്യരെ അഹങ്കരിക്കുമ്പോഴേ ഖിയാമത്ത് നാളുണ്ടാവും. പള്ളിയുടെ കാര്യം പറഞ്ഞാൽ അഹങ്കരിക്കാം. ഞങ്ങൾ ഇത്ര വലിയ പള്ളിയാണ്, അത്ര വലിയ പള്ളിയാണ്, അങ്ങനെ പള്ളിയാണ്, അങ്ങനെ പള്ളിയാണ് എന്നൊക്കെ പറയാം. പള്ളിയുടെ കോലങ്ങളിൽ അഭിമാനിക്കുക. ഞാൻ പട്ടാളപ്പള്ളിയുടെ കമ്മിറ്റിയാണ് എന്ന് പറയാ. അത് നല്ലൊരു തത്തക്കൂട് ഉണ്ടാക്കിയത് വെച്ച പള്ളിയാണ്, ഇങ്ങനെയൊക്കെ പറയാം. തത്തക്കൂട് വലിയതാക്കിയത് പോലെയാണ് പള്ളി, അത്ര വലിയ തത്തക്കൂട് പോലെയുള്ള പള്ളിയുടെ സെക്രട്ടറിയാണ് ഞാൻ എന്ന് പറയാ. അല്ലെങ്കിൽ കാസർഗോഡ് കണ്ണാടി പള്ളിയുടെ കമ്മിറ്റി അംഗമാണ് ഞാൻ എന്ന് പറയാ. അങ്ങനെയൊക്കെ പറയുക. ഇതാണ് ഖിയാമത്ത് നാളിന്റെ ലക്ഷണം. പള്ളിയുടെ പേര് പറഞ്ഞ് അഭിമാനിക്കുന്ന മനുഷ്യന്മാരുണ്ടാവും. അതിന്റെ കെട്ടിടങ്ങളുടെ രീതികൾ, ഇതിൽ അഭിമാനിക്കുന്ന ജനങ്ങളിൽ ഖിയാമത്ത് നാൾ വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും ഒന്നും അതിന്റെ മുന്നിൽ മസാജിദുഹും ആമിറ വഹിയ ഖറാബുൻ അനിൽ ഹുദാ. വലിയ വലിയ കെട്ടിടമായിരിക്കും, പക്ഷെ ഹിദായത്ത് തീരെ അവിടെ ഉണ്ടാവുകയില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പറഞ്ഞാലും ഒരുപാട് വിഷയങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. ഒന്ന്, മദ്യപാനം നിർമാർജനം ചെയ്യാം, നിർബന്ധം. മദ്യപാന നിർമാർജനം, ഈ വിഷയം മഹല്ല് കമ്മിറ്റി ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കണം. അതിന് എന്ത് വേണം? ഒന്ന്, അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ
നിയമങ്ങളിൽ കള്ളുകുടിയെ പറ്റിയുള്ള വിഷയങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നടത്തണം. രണ്ട് നിലക്ക് പൊതുവായ ബോധവൽക്കരണം നടത്തുകയും മദ്യപാനികളായ ആളുകളെ ഉസ്താദുമാർ നേരിട്ട് വിളിച്ചു വരുത്തിയിട്ട് അവരെ ബഹുമാനിച്ചുകൊണ്ട് സംസാരിക്കുകയും വേണം. ഒന്നാമതായി ആട്ടി ഓടിക്കരുത്, അത് രീതിയല്ല, അത് ഖൈറിന്റെ രീതിയല്ല. അവരെ നല്ല വിളിച്ചു വരുത്തിയിട്ട് മാന്യമായി കാര്യങ്ങൾ പറയും. പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ ഫിർഔന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോൾ വരെ മൂസാ നബിയോട് പറഞ്ഞത് ഫിർഔനോട് നല്ല വാക്ക് പറയണം, ലയ്യിനൻ, മയുള്ള വാക്ക്. ഫിർഔനെ അള്ളണ്ട്, ഏകനാണ്, അന്ന് വിശ്വസിച്ചൂടെ, കുഴപ്പമൊന്നും വരില്ല, ചെയ്തൂടെ, മെല്ലെ അങ്ങനെ പറയാം. അതും തന്നെ മൂസാ നബി വന്ന് പറയുന്നത് ഫിർഔനെ നിന്റെ പടച്ചോന്റെ അടുത്തേക്ക് നിനക്ക് പോകണ്ടേന്നാ. നിന്റെ പടച്ചോന്റെ അടുത്തേക്ക് നല്ല പറയണത്, നിന്റെ പടച്ചോൻ. എനിക്കങ്ങനെ ഒരു പടച്ചോൻ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് പറയാൻ, സ്വന്തത്തെ പറ്റി പറഞ്ഞാ അതൊക്കെ ഞാൻ അറിയാമല്ലോ എന്ന് ആരും പറയും. അങ്ങനെ നിന്റെന്നാ പറഞ്ഞത്, നമ്മുടെ പടച്ചോൻ തന്നെ പറയുന്നത്. അല്ല ഹദീസ് മൂസ إذ ناداه ربه بالوادي المقدس طوى اذهب إلى فرعون إنه طغى فقل هل لك إلى أن تزكى وأهديك إلى ربك فتخشى فأراه الآية الكبرى فكذب وعصى ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. നല്ല വാക്ക് പോയി പറയാം, എന്നിട്ട് നന്നായില്ലെങ്കിൽ പിന്നെ അള്ളാഹ് പിടികൂടിക്കോളും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നല്ല വർത്താനം പറയാം. ഉസ്താദുമാര് മദ്യപാനികളെയൊക്കെ വിളിച്ചു വരുത്തുക, നല്ല അവരെ വീട്ടിലേക്ക് പോവുക, നല്ല വാക്ക് പറയാം. എന്തൊക്കെ വിശേഷം ഒക്കെ പറഞ്ഞ് നല്ല വാക്ക് പറഞ്ഞ് കള്ളുകുടിയുടെ ദൂഷ്യങ്ങൾ നല്ല വാക്ക് പറഞ്ഞു കൊടുക്കുക. ഉസ്താദ് പറഞ്ഞു കൊടുക്കുക. പള്ളിയിലെ കാളിയാര് ആയിരക്കണക്കായ വീടിലെ 10,000-കണക്കായ മെമ്പർമാരെ ഇമാമായ കാളി വീട്ടിൽ പോവുക. ആരെ വീട്ടിൽ? കള്ളുകുടിയന്റെ വീട്ടിൽ പോവുക. ഒരു പക്ഷെ ആ കള്ളുകുടിയൻ അങ്ങോട്ട് നന്നായാൽ ചിലപ്പോൾ കാളിയേക്കാൾ നന്നാവും, അങ്ങനെയാവാം. നന്നായ ചിലപ്പോ അങ്ങനെയാവാം, അങ്ങോട്ട് നന്നായ ആരെക്കാൾ നന്നാവാം. ഇനി നമ്മൾ ഒന്ന് താഴത്തേക്ക് ഇറങ്ങാൻ തയ്യാറാവുക, അല്ലെങ്കിൽ നടക്കില്ല. അതാണ് വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. എത്ര വട്ടാണ് അബൂലഹബിന്റെ അടുത്ത് ഹബീബ നബി പോയത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര തവണയാണ് അബൂലഹബിന്റെ അടുത്ത് പോയത്? അവസാനം നട്ടപ്പാതിരക്ക് പോയി. ഫതറഖ ബാബ അബീ ലഹബിൻ, അബൂലഹബിന്റെ വാതിൽ പോയി മുട്ടി. വാതിൽ തുറന്നു. എന്തേന്ന് ചോദിച്ചു. അള്ളാപ്പാ നിങ്ങള് മുസ്ലിമാകണം. അപ്പോൾ പറഞ്ഞു ഞാൻ മുസ്ലിം ആകണമെങ്കിൽ ഈ ആട്ടുംകുട്ടി മുസ്ലിം ആവണം. ഉടനെ ആട്ടുംകുട്ടി, ഉറങ്ങുന്ന ആട്ടിന്റെ കുട്ടി ഉണ്ടായിരുന്നു, അത് എണീറ്റിട്ട് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അബൂലഹബിന് ദേഷ്യം വന്നു. ഫഅഖദ സൈഫഹു ഫശഖഹു ശിഖൈനി ഫമസ്സഖഹു ബിയദൈഹി. ആടിനെ വെട്ടിയിട്ട് തന്റെ കൈ കൊണ്ട് പൊളിച്ചു. അതാണ് അബൂലഹബിന്റെ 2 കൈകൾ നശിച്ചു പോകട്ടെ എന്ന് പറയാൻ ഒരു കാരണം. 16 കാരണങ്ങളുണ്ട് തബ്ബത് യദാ അബീ ലഹബിൻ എന്നതിന് 16 കാരണങ്ങളുണ്ട്. ഒരു കാരണം അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ടും അള്ളാഹിനെ കൊണ്ടും വിശ്വസിച്ച ആട്ടിൻകുട്ടിയെ വെട്ടിപ്പൊളിച്ചതാണ്. എന്നിട്ട് നോക്കൂ നിങ്ങൾ, വളരെ ചിന്തിക്കണം. വളരെ നമ്മളെ പണിയതാ നന്നാവാത്തവരെ നന്നാവാൻ പറയൽ നമ്മളെ കടമയാ. നമ്മള് നന്നാവൂലെന്ന് എഴുതി വിടരുത്. എന്തുകൊണ്ട്? അബൂലഹബ് നന്നാവില്ല എന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? എന്തൊരു മനുഷ്യന്മാരാണ്. അബൂലഹബ് നന്നാവില്ല എന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? അബൂലഹബ് നന്നാവില്ല എന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? ഫിർഔൻ നന്നാവില്ല എന്ന് അള്ളാഹ്ക്ക് അറിയൂലേ? അപ്പോൾ മൂസ നബിയോട് മുഹമ്മദ് നബിയോട് ഇങ്ങനെ പറഞ്ഞുകൂടായിരുന്നോ? മുഹമ്മദ് നബിയെ, മൂസ നബിയെ, പിന്നെ നന്നാവാത്ത കുറച്ച് ആളുകളുണ്ട്, വെറുതെ സമയം കളയണ്ട, നന്നാവുന്ന ലിസ്റ്റ് പറഞ്ഞുതരാം, അവരടുത്തേക്ക് മാത്രം പോയാൽ മതി. എന്നാൽ ഈ ആളുകൾ ഏറ്റവും കൂടുതൽ പോയത് ആരടുത്തേക്കാ? നന്നാവാത്തടുത്തേക്ക്. അള്ളാഹു ലൗഹിച്ചിട്ടുണ്ട് ഇവരൊരിക്കലും ഒന്ന് പറ ഇഷ്ട, ഇവരൊരിക്കലും നന്നാവൂല. എന്നിട്ട് ഇവിടെ മുഹമ്മദ് നബിയെ പറഞ്ഞേക്കാം. നല്ല രസമുണ്ട്. ഈ ദഅവത്തിന്റെ രൂപം അങ്ങനെയാ. നേരെ മറിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താഴത്ത് കാണുമ്പോൾ നമ്മൾ സാധാരണക്കാരൊക്കെ ആണെങ്കിൽ പറയും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇന്നെ വെറുതെ നടത്തേണ്ടിയിരുന്ന എന്ന് പറയാ. നിങ്ങൾക്ക് മനസ്സിലായില്ല പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞത്?
ഒരു കാര്യം നടക്കൂല, അങ്ങനെ നടക്കാത്ത സ്ഥലത്തേക്ക് നമ്മളെ ഒരാൾ പറഞ്ഞയച്ചു, പലവട്ടം പറഞ്ഞിട്ടും ആ കാര്യം നടന്നില്ല. അവസാനം നമ്മൾ മടങ്ങി വരുമ്പോൾ പറഞ്ഞയച്ച ആളെന്നെ നമ്മളോട് പറയാം സയസ്ലാൻ ആറാം ദാത്തലാബ് നടക്കൂലെന്ന്. എന്തൊരു മനുഷ്യന്മാരാണ്. ബുദ്ധി കൊണ്ടൊന്ന് കൂടെ വാ. മനസ്സിലായില്ല. അല്ല പറഞ്ഞയച്ചാൾ പിന്നെ പറയാം ഇയാൾ ഒരിക്കലും നന്നാവില്ല. അപ്പൊ ഈ ഇതുവരെ നടന്ന ആൾക്ക് പറഞ്ഞൂടെ പിന്നെ എന്തിനാണ് ഈ സാധുവിനെ എങ്ങനെ വെറുതെ വഴി നടത്തിയത്? അതാണ് ഇയാളെ ഉത്തരവാദിത്വം. ആരുത്തരവാദിത്വം? ദായിയുടെ ഉത്തരവാദിത്വം നന്നാവുന്നവരെ മാത്രം നോക്കലല്ല, നന്നാവുന്നവരെയും അവരെക്കാൾ കൂടുതൽ നന്നാവാത്തവരെയും. ഇത് പഠിക്കാനാണ് ഞാൻ പറഞ്ഞത്. അയാൾ നന്നാവില്ല, നമ്മൾ അവിടേക്ക് പോകണ്ട എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ മറന്നുപോയ പാഠങ്ങളാണ്. ഒരിക്കലും നമ്മൾ ആ പാഠം ശ്രദ്ധിക്കണില്ല. അള്ളാഹു എഴുതി വെച്ചിരിക്കുക ലോഹയില് മൂസാ നബിയോട് പറയല്ല അല്ലഹു യദ്ദക്കറു, അവൻ നന്നാവാനും സാധ്യതയില്ലേ. ലോഹിൽ എഴുതി വെച്ചിരിക്കുക ഒരിക്കലും നന്നാവില്ല. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ. എന്തൊരു വിളവാണതൊക്കെ. മനസ്സിലായില്ല. മൂസാ നബിയോട് പറയാ അള്ളാഹു തആല അല്ലഹു യദ്ദക്കറു, അവൻ നന്നാവാനും സാധ്യത, ഒരു സാധ്യത അങ്ങനെ ഇല്ലേ. അല്ലഹു യദ്ദക്കറു ഔ യഖ്ശാ, അവൻ അള്ളാഹിനെ പേടിക്കാനും ഒരു സാധ്യത ഇല്ലേ എന്ന് ആരോട് പറയാ? മൂസാനോട് പറഞ്ഞു. ലൗഹിൽ എന്ത് എഴുതി വെച്ചിരിക്കാം? ഒരിക്കലും അവനല്ല. വളരെ ഇതാണ് ദായുടെ കടമ, ഇതാണ് പള്ളിയിലെ മുസ്ലിയാരെ കടമ, ഇതാണ് പള്ളി കമ്മിറ്റിയുടെ കടമ. ഇവൻ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി വിടലല്ലോ. ഏത് കള്ള് കുടി എന്റെ വീട്ടിലേക്കും കാളേരോട് ചെല്ല. ഒരു പക്ഷേ പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് ആ കൊല്ലം കാളേർ ചെന്നിട്ടില്ലെങ്കിലും വിടില്ല. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊരു ആവശ്യമല്ല. പ്രസിഡന്റിന് പ്രശ്നമല്ല. പ്രസിഡന്റ് ഏതായാലും പ്രസിഡന്റ്ഷിപ്പ് നിലനിർത്താൻ വേണ്ടിയെങ്കിലും കാളേരോട് നല്ല നിലനിർത്തുന്നു. അന്ന് പ്രശ്നമില്ല. പ്രശ്നം ഈ കള്ളുടിയാന്റെ വീട്ടിലേക്ക് കാളേർ ചെല്ലുക, എന്നിട്ട് അവരൊന്ന് അടുത്തെത്തി നല്ല വാക്ക് പറയാ. മരിച്ചുപോട്ടെ. മരിക്കാന്ന് പറഞ്ഞ മരണവേദന പറഞ്ഞ കരയാത്ത ആരാണത്? ആരാ കരയാത്തത്? ഓരോന്നും ചിന്തിക്കണം. അതേപോലെ തന്നെ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ മുന്നിൽ വെക്കുക. ഒരു വിളവ് ഞാൻ പറഞ്ഞുതരാം, വളരെ ഉപകരിക്കുന്ന ഒരു സ്ഥലം ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. അതായത് ഒരാൾ മരിച്ചു, മയ്യത്ത് കൊണ്ട് ആളുകൾ വരും. അതിൽ ഫാസിഖ് ഉണ്ടാവും, സ്വാലിഹ് ഉണ്ടാവും, ലാലിം ഉണ്ടാവും, കുടുംബമുണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഒന്നിങ്ങനെ പള്ളിയിൽ കയറിയിരിക്കുക. ഒരു 4 ആൾ കൂടെ പള്ളിയിലേക്ക് വുളു ചെയ്ത് കയറാനുണ്ട്. അവിടെ ഒരു 5 മിനിറ്റിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവും അവിടെ. ഇല്ലേ ഒരു 5 മിനിറ്റ് ഒറ്റ വാക്ക് പറയാം. 5 മിനിറ്റ് കാളിരുന്നാണ് 4 വർത്താനം പറഞ്ഞാൽ മനുഷ്യന്റെ കൽബുണ്ടാവും. അതൊരു സമയ, വല്ലാത്ത സമയ. അതിങ്ങനെ ചൂണ്ടിട്ട് كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. 4 വാക്ക് പറയാം. 5 മിനിറ്റ് കൊണ്ട് നീട്ടിയൊന്നും പറയരുത്. പിന്നെ ആ കമ്മിറ്റിക്കാരെ, രക്ഷിതാക്കളെ, പിന്നെ പ്രസിഡന്റ് ആയിട്ടുള്ളവരെ എന്നെ ഒന്നും പറയാനോട് നേരം ഉണ്ടാവരുത്. ഓരോ കമ്മിറ്റിക്കാരെ ബഹുമാനിച്ച് വിഷയം തുടങ്ങുമ്പോഴത്തെ നേരം കഴിയും. 5 മിനിറ്റോട് പറയാം. എന്നെ അസ്സലാമു അലൈക്കും 5 മിനിറ്റോട് പറയാം. ആ കൽബ് നന്നാവും. അതിൽ മയ്യത്തിനെ കടത്തിയെടുത്ത് ഉസ്താദ് ഉപദേശിച്ചത് കേട്ടിട്ട് വീട്ടിൽ വന്നിട്ട് തലക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പഠിച്ചവനെ ഇങ്ങനെ ഉസ്താദ് ഉപദേശിച്ചു മയ്യത്തെടുത്ത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ പിന്നെ പോയില്ല. തലവേദന അടിച്ചു. കാരണം ജീവിതത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തി പറയുക. കൽബുണ്ടാവും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇതെല്ലാം ഉപയോഗപ്പെടുത്തുക. അത് അവസരോചിതമായി 5 മിനിറ്റ് കൊണ്ട് അവസരോചിതമായി അങ്ങോട്ട് പറഞ്ഞാൽ മനുഷ്യനോട് നന്നായിരിക്കും. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വളരെ ചിന്തിക്കണം. അതുകൊണ്ട് മദ്യപാനികൾക്ക് വേണ്ടി പേഴ്സണലായി കൗൺസിലിംഗ് നടത്തുക. പള്ളിയിൽ ഇമാമ് ചെല്ലുക. അതിന് കാളി, അതേപോലെ തന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, ഇവരൊക്കെ ഈ കാര്യത്തിൽ കാര്യഗൗരവമായി ചെയ്യാം.
അതേപോലെ തന്നെ മദ്യപാനികൾക്ക് വേണ്ടി റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഒരു 4-5 പഞ്ചായത്തിൽ ഒരു സെന്ററെങ്കിലും ഉണ്ടായിരിക്കണം. മുസ്ലിമീങ്ങൾക്ക് തീരെ ഇല്ലാത്ത സാധനമാണിത്. മലബാറിലെ മുസ്ലിമീങ്ങൾക്ക് വിശേഷിച്ചില്ലാത്ത ഈ റീഹാബിലിറ്റേഷൻ സെന്റർ വളരെ ഉപകാരപ്രദമായ സംഗതിയാണ്. അതായത് ചികിത്സിക്കുകയും ദഅവത്ത് ചെയ്യുകയും ചെയ്യാം. ക്രിസ്ത്യാനികൾ ഈ വിഷയത്തിൽ നമ്മളെക്കാൾ മുന്നിലാണ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോയി മടങ്ങി വരുന്നവർ പിന്നെ ശിർക്കിനെ ബഹുമാനിച്ചുകൊണ്ടിരിക്കും. ഒരു 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 തെക്കൻ കേരളത്തിലുള്ള ഒരു മദ്യപാനികളെ ചികിത്സിക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ഒരാളുടെ ബാപ്പയെ പറഞ്ഞയച്ചു. ശരിക്കട്ടാ, ബാപ്പക്ക് കുറച്ച് അപ്പൊ ബാപ്പയെ വെച്ച് പറഞ്ഞയച്ചു. അങ്ങനെ ആ ബാപ്പക്ക് അതുകൊണ്ട് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ എന്തുണ്ടായി? അതൊക്കെ നന്നായി, വ്യത്യാസം ഉണ്ടായി. പക്ഷേ അയാൾക്ക് പിന്നെ ഖുർആനിനേക്കാൾ താല്പര്യമുള്ള ചില വാക്കുകൾ മറ്റു ചില വേദഗ്രന്ഥങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ വന്നപ്പോൾ എന്നോട് പിന്നെ മകൻ എന്നോട് ഒരിക്കൽ പറഞ്ഞു, ഇങ്ങനെയാണെങ്കിൽ നല്ലത് നേരത്തെ അവസ്ഥ തന്നെയായിരുന്നു. കാരണം ഇത് ശിർക്കിലേക്ക് ഉള്ള വാക്കുകളാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ്. അതായത് മറ്റുള്ള റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഇവിടെ ഉണ്ട്. എന്താ ഇവിടെ കള്ള് കൂടുതൽ കിട്ടുന്ന ആ സ്ഥലം ഏതാ? മാഹിയില് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്, ക്രിസ്ത്യാനികളെ നടത്തുന്നത്. ചാലക്കുടിയില് റീഹാബിലിറ്റേഷൻ സെന്റർ ഉണ്ട്, വിപുലമായത്. ഏക്കറുകൾ വലിയ റീഹാബിലിറ്റേഷൻ സെന്ററിൽ വലുത് ക്രിസ്ത്യാനികൾ നടക്കുന്നത് കാര്യമായി. ഇതൊക്കെ നമ്മൾ ചെയ്തിട്ട് നമുക്കിതിന് സ്ഥാപനങ്ങളില്ല. നമ്മളെ അവസ്ഥ എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു എത്തിങ്കാനം വിജയിച്ചാൽ പിന്നെ എല്ലാവരും എത്തിങ്കാനം ഉണ്ടാക്കും. ഒരു മസാലപ്പൊടി ഒരു നാട്ടിൽ വിജയിച്ചാൽ പിന്നെ എല്ലാവരും മസാലപ്പൊടി ഉണ്ടാക്കും. ഒരു ഖുർആൻ ക്ലാസ്സിൽ 10 ആൾ കൂടിയാൽ പിന്നെ എല്ലാവരും ഖുർആൻ ക്ലാസ് നടക്കും. ഒരു പിന്നെ എന്താണ് ഒരു പരിപാടി വിജയിച്ചത് അതാണ് നമ്മൾ ചെയ്യും. പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ആരും ആലോചിക്കില്ല. ആളെ കൂടുന്നതിനൊക്കെ നമ്മളാണ്ട് ആവുക എന്നല്ലാതെ അല്ലാതെ നമുക്ക് പദ്ധതികളില്ല, നമുക്ക് ചിന്തയില്ല, പദ്ധതി ഒന്നുമില്ല. ചെയ്യുന്നതൊക്കെ എല്ലാവരും കൂടെ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ വലിയ കാര്യമാണ്. വലിയ വലിയ സ്ഥാപനത്തിന്റെ അധികാരികളും ഈ കൂട്ടത്തിലുള്ളത് കൊണ്ട് ഞാൻ ശുപാർശ ചെയ്യുന്നത് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിന് കൂടി അവരൊക്കെ മുൻകൈ എടുക്കുകയാണെങ്കിൽ നന്നായിരിക്കുമെന്ന് വളരെ നമ്മുടെ നേതാക്കന്മാർ പല വലിയ സ്ഥാപനങ്ങളും നടത്തുന്നവർ കൂടി ഈ സ്ഥലത്തുള്ളത് കൊണ്ടുകൂടി ഞാനൊരു വിനയത്തോടുകൂടെ എൻ്റെ ഒരു അപേക്ഷ, ഒരു റീഹാബിലിറ്റേഷൻ സെന്റർ മുക്കത്ത് കൊടുവള്ളിയിൽ ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ആ പരിസരത്തെ ആളുകൾക്ക് അതെന്ത് വേണമെന്നറിയോ? കേവലം മെഡിസിൻ മാത്രമല്ല, ദീനിയായ അഡ്വൈസും തെർബിയത്തും, നല്ല ദീനിയായ അഡ്വൈസും തെർബിയത്ത് എല്ലാം കഴിഞ്ഞ് പിന്നെ അവരെ കള്ള് കുടിക്കാതെ അവരെ പുനരധിവസിപ്പിക്കാനുള്ള സൗകര്യങ്ങളെ കുറിച്ചും വേണ്ടതുപോലെ വലിയ കൂലി കിട്ടും. അതിനൊക്കെ ഭയങ്കര കൂലി കിട്ടുന്ന കാര്യം. കാരണം എന്തുകൊണ്ട് എത്ര കുടുംബങ്ങളാണ് അതിന്റെ പേരിൽ തകർന്നു പോയിട്ടുള്ളത്? അനവധി കുടുംബങ്ങൾ, എത്ര സഹോദരിമാർ, രാവും പകലും കണ്ണീര് കുടിക്കുന്ന സഹോദരിമാർ എത്രയാ പറയാൻ കഴിയില്ല. വേദനിക്കുന്ന കഥകളുള്ള സഹോദരിമാര്, രാവും പകലും റബ്ബിന് വേണ്ടി ഇബാദത്തെടുക്കുന്ന പെണ്ണുങ്ങളുടെ പല ഭർത്താക്കന്മാരും കള്ളുകുടിയന്മാർ രാത്രി 1 മണി 2 മണിക്ക് കയറി വരും. എന്നിട്ട് ഭേദ്യം ചെയ്യും, എന്നിട്ട് മർദ്ദിക്കും, ദ്രോഹിക്കും കുട്ടികളെയും ഭാര്യയെയും. ഈ പെണ്ണിനാകട്ടെ 4-5 കുട്ടികളുണ്ടായി, നിർവാഹവുമില്ല. എന്ത് ഈ പാവപ്പെട്ട പെണ്ണ്? ഇവിടെയൊക്കെ മഹലിന്റെ അങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കുമ്പോൾ ആ മഹലിന്റെ ആ ഏരിയയിലുള്ള സ്ക്വാഡിന്റെ ചീഫായ ആൾ ഈ വിഷയം കമ്മിറ്റിയുടെ മേൽത്തട്ടിലും ഖാളിയായും ധരിപ്പിക്കുകയും ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യണം. അങ്ങനെയായാൽ ഏകദേശം അതൊക്കെ പരിഹരിക്കാൻ കഴിയും. ഈ വിഷയത്തിൽ ഗൗരവമാണ്, നമ്മൾ തന്നെ ചെയ്യണം. ഗാന്ധിജിയുടെ രാമരാജ്യമാണിത്. ഒരിക്കലും മദ്യമുള്ളത് എന്റെ രാമരാജ്യമാവില്ല എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പുരോഗമനവാദികളുടെ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഇരട്ടത്താപ്പാണ്. അതായത് ഏക സിവിൽ കോഡ് വരെ നടപ്പിലാക്കണമെന്നാണ്. അത് ഗാന്ധിജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, BR അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കണമെന്നാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അടക്കമുള്ള പുരോഗമനവാദികളുടെ ലക്ഷ്യം. എങ്കിൽ ഈ ഗാന്ധിജിയും അംബേദ്കറും ഏക സിവിൽ കോഡിനേക്കാൾ ശക്തമായി പറഞ്ഞതാണ് കള്ളൂടില്ലാതാക്കണം. ആ വിഷയത്തിൽ ഒരു താല്പര്യം ഭരിക്കുന്ന സർക്കാരിനുമില്ല. ഞാനൊരു കുറ്റം പറഞ്ഞതല്ല, ഒരു കാര്യം പറഞ്ഞതാണ്. നിങ്ങൾ ചിന്തിക്കണം. അഥവാ ഇവരുടെ പുരോഗമനം കാപ്പട്യാണ്. കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന പുരോഗമനം പൂർണ്ണമായും കാപ്പട്യാണ്, യാതൊരു സംശയവുമില്ല. എന്തുകൊണ്ട്? ഈ പുരോഗമനവാദികൾ സത്യത്തില് പുരോഗമനവാദികളായിരുന്നുവെങ്കിൽ ഏക സിവിൽ കോഡിലല്ലല്ലോ സത്യത്തിൽ അവർ കൈയേൽക്കേണ്ടത്. അതിനേക്കാൾ രാജ്യത്തെ എല്ലാ പുരോഗതിയും തടയാന്നുള്ളതല്ലേ പ്രധാനമായും ഈ മദ്യപാന മയക്കുമരുന്നുകൊണ്ടുണ്ടാവുക. കുഞ്ഞികൃഷ്ണ മാഷും ആളുകൾ ഒരു കൊല്ലത്തിലേറെയായി
മലപ്പുറം കോഴിക്കോട് കലക്ടറേറ്റിന്റെ മുന്നിൽ കിടന്ന് നിരങ്ങ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടക്കുകയാണ് കുഞ്ഞികൃഷ്ണ മാഷ്. ഇതുവരെ കേരളത്തിലെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കൊല്ലത്തിലായി ഏറെയായി ഒരു സംഘം ആളുകൾ കോഴിക്കോട് മലപ്പുറത്തും കലക്ടറേറ്റ് മുന്നിൽ പട്ടിണി കിടന്നിട്ട് ഒരു രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തിനാണാവോ അയാൾ അവിടെ ഇരിക്കുന്നത്? എന്താ ഇവരൊക്കെ ഉത്തരവാദിത്വം? ഒരു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ധനവും അവരുടെ ശരീരവും സംരക്ഷിക്കണം. സത്യത്തിൽ മദ്യം മയക്കുമരുന്ന് കൊണ്ട് നഷ്ടപ്പെടുന്നത് ഈ ധനവും ഈ ശരീരവുമാണ്. മനസ്സിലായില്ല? ഒരു രാജ്യത്തെ സർക്കാർ സംരക്ഷിക്കേണ്ടത് ആ രാജ്യത്തെ ഭരണീയരുടെ ധനത്തെയും ആ രാജ്യത്തെ ജനങ്ങളുടെ ശരീരത്തെയും സംരക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് ഭരണാധികാരിക്കുള്ളത്. എങ്കിൽ ഇത് രണ്ടും തിന്നു തീർക്കുന്ന സാധനമാണ് ഈ മദ്യമയക്കുമരുന്ന്. ആ വിഷയത്തിൽ കണ്ണു തുറക്കാൻ ഇവിടുത്തെ പുരോഗമനവാദികൾ പോലും തയ്യാറില്ല. എന്നല്ല, വല്ല പുരോഗമനവാദികൾക്ക് പ്രസംഗം ഒന്നും കൂടി ഉഷാറ് കൂടണമെങ്കിൽ 2 പെഗ് കൂടുതൽ ചെല്ലണം. അതാണ് വലിയ വിഷയം. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പുരോഗമനങ്ങൾ. ഇതൊക്കെയാണ് കലികാല പുരോഗമനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അപ്പൊ ഈ വിഷയത്തിൽ ഇന്ന് നിലവിലുള്ള ചില സർക്കാരിന് മൊറാലിറ്റി നഷ്ടപ്പെട്ടു എന്നാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. സർക്കാരിന് മൊറാലിറ്റി ഇല്ല. അതിനകത്തെ കുറിച്ച് അവർക്ക് ചിന്ത. മോറൽ എഡ്യൂക്കേഷൻ എന്ന സംഗതിയില്ല. ബ്രിട്ടീഷുകാർ ഇവിടെ വിട്ടേച്ചു പോയ റൂഹില്ലാത്ത വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ തട്ടിക്കളിക്കുക. റൂഹ് എന്നൊരു സംഗതി ഇല്ല, മൊറാലിറ്റി എന്നൊരു സംഗതി ഇല്ല. അതൊന്നും നമ്മുടെ കയ്യിലില്ല. ബ്രിട്ടീഷുകാർക്ക് അതില്ല. റൂഹ് എന്ന കാര്യം ഉണ്ടോ എന്ന് പോലും ഇംഗ്ലീഷുകാർക്ക് സംശയമാണ്. അവരുടെ ആ ഒരു എഡ്യൂക്കേഷന്റെ ചവറ് ഇന്ന് നമ്മളിങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ചിന്തിക്കണം. ഈ വിഷയത്തിലൊക്കെ ശക്തമായ തീരുമാനങ്ങൾ, ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ മഹല്ല് കമ്മിറ്റി ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ച് ശക്തമായ ബോധവൽക്കരണം രാജ്യത്തെ അധികാരികളുടെ മുന്നിൽ കൊണ്ടുവരേണ്ടതും നമ്മുടെയൊക്കെ കടമയാണ്. പൊതുസ്ഥലത്ത് ബീഡി വലിച്ചാൽ പിഴയാ, പൊതുസ്ഥലത്ത് കള്ളുടിച്ച് കിടന്നാൽ ഒരു കുഴപ്പമില്ല. അതാണ് നമ്മളാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നാട്ടിന്റെ കോലം. പൊതുസ്ഥലത്ത് ബീഡി വലിച്ചാൽ ചുരുങ്ങിയത് 500 രൂപ പിഴയാ. പൊതുസ്ഥലത്ത് കള്ളുടിച്ച് വീണാലോ ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല. ബീഡി വലിച്ച പിഴയാ, കള്ളുടിച്ച പിഴയില്ല. നിങ്ങൾ ആലോചിച്ച് നാടിന് പറ്റിപ്പോയ ഒരു കാര്യം. നിങ്ങളുടെ ഇതിനെയാണ് നമ്മൾ എങ്കിലേ എടോ പുരോഗമരി മുഹമ്മദ് നബിയാ അൽ ഖംറു ഉമ്മുൽ ഖബായിസി ഖാല റസൂലുള്ളാഹി. എല്ലാ മനുഷ്യന്റെ മസ്തിഷ്കത്തെ നശിപ്പിക്കുന്നതിന്റെ മുഴുവനും ഇല്ലാതാക്കാൻ വേണ്ടി ഒരായുസ് ശ്രമിച്ചിട്ട് അവസാനം അത് ഇല്ലാതാക്കി ലക്ഷക്കണക്കായ ആളുകളിൽ കാണിച്ച ആളാണ് ഏറ്റവും വലിയ പുരോഗമനവാദി സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ ഫഖൻ നബിയിനാ ഫി ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യുതാനുഹു ഫീ ഇൽമി വലാ കറാമി മൗലായ സ്വല്ലി വസല്ലം. അതേപോലെ തന്നെ വളരെ ചിന്തിക്കണം. മറ്റൊരു കാര്യം, വ്യഭിചാര നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് മഹല്ല് കമ്മിറ്റി ബോധവൽക്കരണം നടത്തണം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത് പ്രത്യേകിച്ച് പറയലല്ലാതെ നിർവാഹമില്ലാത്തതുകൊണ്ട് പറഞ്ഞു പോവാണ്, ഒന്നും നിങ്ങൾ വിചാരിക്കരുത്. പറയല്ലാതെ നിർവാഹമല്ല. ഈ വിഷയത്തിൽ ബോധവൽക്കരണങ്ങൾ ഉണ്ടാവണം. ആ വിഷയത്തിന്റെ ഈ 2 കാര്യങ്ങൾക്കും കാര്യമായി ഫിസിക്കലായി അതിന്റെ ദോഷങ്ങളെ പറയുന്ന ഡോക്ടർമാരെയും ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഞാൻ മനസ്സിലായില്ല. വ്യഭിചാരത്തിന്റെയും മദ്യപാനത്തിന്റെയും ദോഷഫലങ്ങൾ വിശദീകരിക്കുന്ന സെമിനാറുകൾ, കൺവെൻഷനുകൾ 6 മാസത്തിൽ ഒരിക്കലെങ്കിലും ഒരു മെഡിക്കൽ കോളേജിൽ നല്ല ഡോക്ടർമാർ, അവരൊക്കെ ഇഷ്ടംപോലെ എനിക്കറിയാം. കോഴിക്കോട് മെഡിക്കൽ കോളേജിലും മറ്റൊക്കെ ഡോക്ടർമാർ, ഇതിനൊക്കെ സന്നദ്ധരായ ആളുകളുണ്ട്. ഉദാഹരണം, മദ്യം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ക്യാൻസറിനും പോലത്തെ ഔട്ട് പ്രോഡക്റ്റ്, ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒരു 6 മാസത്തിലൊരു ക്ലാസ് അതിൽ നടത്താം. അതേപോലെ തന്നെ 6 മാസത്തിലൊരു ക്ലാസ് വ്യഭിചാരത്തിന്റെ കെടുതികൾ. അതായത് പണ്ഡിതന്മാരെ ക്ലാസ് മാത്രം പോരാ, അതിന്റെ ഫിസിക്കലായുള്ള ആപത്ത് കൂടി. ചില കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ഫിസിക്കലായ കേടുകൾ പറഞ്ഞു കൊടുത്താൽ ഭയങ്കര പേടിയും. എന്നോട് ഒരിക്കൽ ഒരു വാങ്ങിന് വേണ്ടി ചെന്നപ്പോൾ ഒരു ഉസ്താദ് എന്നോട് പറഞ്ഞു, സ്വർഗത്തിന് നരകത്തെ പറ്റി ഒന്നും പറയണ്ട, അതിവിടെ 12 കൊല്ലമായിട്ട് ഞാൻ പറയുന്നുണ്ട്, നന്നായിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ട് പിന്നെ ക്യാൻസർ ഉണ്ടാവുമെന്നൊക്കെയാണ് പറഞ്ഞാള് എന്ന് പറഞ്ഞു. മനസ്സിലായില്ല. കള്ളുടിച്ചാലും വ്യഭിചാരിച്ചാലും ഒക്കെ ക്യാൻസർ ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ. എന്നാ പിന്നെ കുറച്ചൊരു പേടി കാണുന്നുണ്ട്. സ്വർഗം നരകമൊക്കെ ഞാൻ 12 കൊല്ലം പറഞ്ഞിട്ട് ഇവിടെ നന്നായിട്ടില്ല. അതൊരു വല്ലാത്ത വാക്കാ.
അതായത് എങ്ങനെ ജനങ്ങൾ നന്നായാൽ മതിയല്ലോ, പിന്നെ സ്വർഗത്തെ പേടിച്ചു ആവശ്യപ്പെടുകയും നരകത്തെ പേടിക്കുകയും ചെയ്തു. ഇതിന് കേവലം ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞ ആയത്തിൽ പിന്നെയും പറയാ, ഓതി ഹദീസ് പിന്നെയും ഓതുക, അടുത്ത ആഴ്ച, ഇതിനൊക്കെ നല്ല ഒരു കാര്യം. അതുള്ളതോടുകൂടെ ഇതിന്റെ ഫിസിക്കലായി ഇതുകൊണ്ട് മനുഷ്യനുണ്ടാകുന്ന കേടുകൾ 6 മാസത്തിലൊരിക്കലെങ്കിലും, അതൊക്കെ നിസ്സാരപ്പെട്ട കാര്യമാണ്. ഇത് ദഅ്വാ വിങ്ങിന്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളാണ്. അത് ഏറ്റവും അഭ്യസ്തവിദ്യരായ ആളുകളെ നമ്മുടെ കമ്മിറ്റിയിൽ ഇത്തരം ദഅ്വാ വിങ്ങിൽ ഉപയോഗപ്പെടുത്തിയിട്ട് അവരെ കൂടി ഈ വിഷയത്തിൽ, ഉദാഹരണം മെഡിസിന് പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭൗതിക സ്ഥാപനത്തിൽ പഠിക്കുന്ന 1-2 വിദ്യാർത്ഥികൾക്ക് ഡോക്ടർമാരെ ഏൽപ്പിക്കുക, 6 മാസത്തിൽ ഈ ഒരു സംഗതി നടത്തുക, അതവരെ പ്രധാനപ്പെട്ട ഉത്തരവാക്കി ആക്കി മാറ്റാം. ഞാൻ 3ാമത്തെ കാര്യം കൂടി പറയും. ഇത് ഒന്ന് ശ്രദ്ധിക്കട്ടോ, ശ്രദ്ധിക്കും. ഒന്ന്, മദ്യത്തിന്റെ ബോധവൽക്കരണം. 6 മാസത്തിൽ ഒരു ക്ലാസ്സെങ്കിലും ഒരു മല്ല് നടക്കുക. അതൊരു എളുപ്പമല്ലേ? ഒരു ഞായറാഴ്ച അന്ന് ഡോക്ടർമാർക്ക് ഒഴിവാണ്. അതിനൊക്കെ തയ്യാറായ ഡോക്ടർമാർ എത്രയാളുള്ളത് നിങ്ങൾക്ക് വേണോ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞുതരാം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സന്നദ്ധരായി ചെയ്യുന്ന, ഒരു വണ്ടിക്കൂലി പോലും കൊടുക്കാതെ ചെയ്യാവുന്ന ആളുകളുണ്ട്. എല്ലാം തയ്യാറായ ആളുകളുണ്ട്. എല്ലാ സേവനവും അവർ ചെയ്തു തരും. വേണമെങ്കിൽ ആ നാടിനൊന്ന് പ്രത്യേകമായി ഗൗനിക്കുകയും ഇത്തരം വിഷയങ്ങളിൽ ആളുകൾക്ക് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാനുള്ള സമ്പ്രദായങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുകയൊക്കെ ചെയ്യുവർ. നല്ല ആളുകളുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും നന്മയുണ്ട്, തിന്മയുണ്ട്. അപ്പൊ ഇത് ശ്രദ്ധിക്കുക. 6 മാസത്തിൽ ഒരു മദ്യപാനത്തിനെതിരെ ഒരു ക്ലാസ്, 6 മാസത്തിൽ ഒരിക്കലെങ്കിലും വ്യഭിചാരത്തിന്റെ ഫിസിക്കലായ ദൂഷ്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ക്ലാസ് മഹല്ലിൽ നിർബന്ധമായും, അത് ദഅ്വാ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നടന്നിരിക്കണം. ഒരു കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ക്യാൻസറിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തണം. നിർബന്ധം. എഴുതി വെക്കണം, ഇതെല്ലാവരും എഴുതി വെക്കണം. നിർബന്ധം. അതായത് ക്യാൻസർ ഇല്ലാതാവാൻ ചെയ്യേണ്ട ചില മുന്നൊരുക്കങ്ങൾ. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കാരണം എന്താ? വാരി വലിച്ചങ്ങോട്ട് ഇറച്ചി തിന്നു. ഒരിറച്ചി തിരിഞ്ഞപ്പോൾ അടുത്ത ഇറച്ചി തിന്നുക തന്നെ. രാവിലെ ഇറച്ചി, ഉച്ചക്ക് ഇറച്ചി, വൈകുന്നേരത്തെ രാത്രി 12 മണിക്ക് ഇറച്ചി, രാത്രി 2 മണിക്ക് ഇറച്ചി തന്നെ, ഫുള്ള് ഇറച്ചി തന്നെ. ഇറച്ചിയിലേക്ക് ചോറിട്ടിട്ട് അങ്ങനെ കഴിക്കുക. ചോറിലേക്ക് ഇറച്ചിയല്ല, ഇറച്ചിയിലേക്ക് ചോറാണ്. അങ്ങനെയാണ് ഇറച്ചി തന്നെ തിന്നത് തന്നെ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കല്യാണങ്ങൾക്കിടെ പോലെ ഒരു രീതിയുണ്ട്. 1 കിൻഡൽ അരിക്ക് 1.5 കിൻഡൽ പോത്തിറച്ചി വേണം. അങ്ങനെ തന്നെയല്ലേ? ഒന്ന് പറയാം. ഒരു ഫലിതം പറയുന്ന ഒരാളെ ഒരു ഡോക്യുമെന്ററി ഞാൻ കണ്ടപ്പോൾ അയാൾ ഇത് പറയുന്നുണ്ട്, പിന്നെ വെള്ളിയാഴ്ച ഇറച്ചി കിട്ടില്ല, ഇന്നിപ്പോ നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ? അങ്ങനെ ഒരു ഫലിതം ഒരാൾ പറയുന്നൊരു ഫലിതാണത്. ഫലിതാണ്, അതിനപ്പുറം ഒരു വിലയില്ല. പക്ഷെ ആ ഫലിതത്തിന് എന്റെ ഒരു മിത്ത് നിങ്ങൾ അതിൻ്റെ ഇന്നത്തെ ഒരു സാഹചര്യം. മലപ്പുറം ജില്ലയിലെ ഒരു സ്ഥലത്തെ ഒരു കാര്യം ഇങ്ങനെ പറയുമ്പോ ഒരാൾ പറയാണ്, ഇന്ന് വെള്ളിയാഴ്ച ഇറച്ചി കിട്ടിയില്ലല്ലോ, ഇന്നിപ്പോ നമ്മൾ ഇസ്ലാമെന്ന് പുറത്തു പോകുമോ എന്ന് പറയാ. ആ രൂപത്തിലേക്ക് നമ്മളെ ഇറച്ചി തീറ്റ. ഇതാണ് ഇതിന് മുഴുവനും തന്നെ. ഇതൊക്കെ ഒരു ഡോക്ടർ വന്നോണ്ട് വിശദീകരിച്ചിട്ട് പിന്നെ ബാക്കി പടച്ചോനെ പേടിക്കുന്ന ആയത്തും ഹബീബ റസൂലുള്ളാഹിന്റെ ഈ വിഷയത്തിലുള്ള ഹദീസും ഭക്ഷണ മര്യാദകളും റസൂലുള്ളാഹിന്റെ ഹദീസും ഒക്കെ ഒരു ഉസ്താദും കൂടി അവിടെ പറഞ്ഞാൽ എത്ര ഫിറ്റായിരിക്കും ഒന്നാണ്. അതുകൊണ്ട് നിർബന്ധമായും അപ്പൊ 6 മാസത്തിലൊരിക്കൽ മദ്യത്തിനെതിരെ, 6 മാസത്തിന് ഒരിക്കൽ വ്യഭിചാരത്തിനെതിരെ, കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ക്യാൻസറിനെതിരെ ബോധവൽക്കരണം നിർബന്ധമായും മഹല്ലുകളിൽ നടക്കുക. ഇതൊക്കെ ദഅ്വാ വിഭാഗമാണ് ചെയ്യേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് സലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് സലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അതുകൊണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമുള്ള ക്ലാസ്സുകളിൽ ഉസ്താദുമാരും പ്രധാനമായി ഉണർത്തേണ്ട ഒരു കാര്യം, അനാവശ്യമായ എന്തെങ്കിലും ചില ഇടപെടലുകൾ കുടുംബത്തിൽ നിന്നോ അല്ലാതെയോ ഉണ്ടാവുമ്പോൾ അത് ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാനുള്ള ഒരു ശക്തി സ്ത്രീകൾക്കുണ്ടാകേണ്ടത് നിർബന്ധമായും പറഞ്ഞു കൊടുക്കാൻ ആവശ്യമാണ്. ഇതിപ്പോൾ പറയൽ കുഴങ്ങിയിട്ട് ഞാൻ പറയുകയാണ്. എന്തുകൊണ്ട്? പലപ്പോഴും ഇന്ന് നമ്മളെ നാട്ടിൽ നിലനിൽക്കുന്ന പല കേസുകളിലെയും ലൈംഗികമായ അനാവശ്യമായ ഇടപെടലുകളുടെ പലതും കുടുംബത്തിലും തന്നെ ഉണ്ടായതാണ് എന്ന് പറയേണ്ടത് ഖേദത്തോടുകൂടി അനുസ്മരിക്കാം. കുറച്ചോ നമ്മളെ കാക്കട്ടെ. അത് പറയല്ലാതെ ഒരു നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ കുഴങ്ങിയിട്ട് പറയാൻ നിങ്ങൾ വിചാരിക്കണം. മനസ്സിലായില്ല? പെണ്ണുങ്ങൾക്ക് ആരെങ്കിലും ഒരു അനാവശ്യമായി ഒരു ഇടപെടൽ, ഒരു നോട്ടമോ ഒരു തൊടലോ നടത്തുമ്പോൾ അതിനെ പ്രതികരിക്കാൻ ഒരു ബോധം ഉണ്ടാവും. അവരിങ്ങനെ ചപ്പന്മാരായി നിൽക്കാൻ പാടില്ല. ഈ വിഷയം വളരെ ശക്തമാണ്. ഈ കാര്യം അത് തന്നെയാണ്. എന്തുകൊണ്ട്? പെണ്ണെന്ന് പറഞ്ഞ വല്ലാത്തൊരു പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ ഒരു പ്രധാനപ്പെട്ട റയ്ഹാനത്താണ്.
അള്ളാഹുവിന്റെ ഒരു സുഗന്ധ. ഹുബ്ബിബ സലാസത്തുൻ ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്വയ്യിബു വന്നിസാഉ വഖുറത്തു ഐനി ഫിസ്സലാഹ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മൂന്നാണ്. ഒന്ന് സുഗന്ധം, ഒന്ന് എന്റെ ഭാര്യമാരും, ഒന്ന് നിസ്കാരത്തിൽ കടന്ന് കണ്ണു കുളിർക്കലുമാണെന്ന് സയ്യിദുനാ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തിന് പിന്നെ ആളുകൾക്ക് വലിയ താല്പര്യം ഉണ്ടായിക്കോളുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞാൽ വലുതാണെങ്കിലും ചിന്തിക്കാനുണ്ട്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഈ സ്ത്രീകളെ വളരെ ശ്രദ്ധിക്കണം. ഇന്നിപ്പോ ഈ ബന്ധങ്ങളിലും മറ്റുമൊക്കെ ഇത്തരം ഇടപെടലുകൾ സ്വാഭാവികമായി ഉണ്ടാകുമ്പോൾ പ്രതികരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോട് അതാരിൽ നിന്നാണെങ്കിലും ഒരു അനാവശ്യമായ ഇടപെടലുകളോ നോട്ടോ ഉണ്ടായാൽ എന്തൊക്കെയാണ് ഇന്ന് കേസുകൾ കോടതിയിലുള്ളത് പറയാൻ പറ്റൂല. പത്രം വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ചെയ്യാറുണ്ട് ഒരു പണിയുണ്ട്. പത്രം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പത്രം നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് പെൺകുട്ടികൾ കാണും. ഈ കുട്ടികൾ കണ്ടു നോക്കിയാൽ ഈ വൃത്തികെട്ട കാര്യങ്ങൾ മുഴുവൻ അവർ വായിക്കും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പലപ്പോഴും ഈ വൃത്തികെട്ടത് പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ പത്രക്കാർക്കും ചില പങ്കുണ്ട് എന്ന് തോന്നിപ്പോവുക. പത്രം ചെലവാകാൻ വേണ്ടിയിട്ട് ഇത്തരം വൃത്തികേടുകൾ പെരുപ്പിക്കുക, അത് വളരെ ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ചീത്ത പരസ്യമാക്കാൻ അള്ളാഹ്ക്ക് താല്പര്യമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ചീത്ത പരസ്യമാക്കരുത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചീത്ത പരസ്യമാക്കാൻ പാടില്ല. വളരെ ചിന്തിക്കണം. ഇന്ന് പത്രങ്ങളിൽ മുഴുവൻ ഇങ്ങനത്തെ വാർത്തകൾ വരുമ്പോൾ സ്വാഭാവികമായും ഇതിങ്ങനെ ഒരു നാട്ടു നടപ്പാണ് എന്ന് വിചാരിക്കും. ഒരു തിന്മ, ഒരാൾ ഓടി വന്നു, നബിയെ തെറ്റ് ചെയ്തല്ലോ, തെറ്റ് ചെയ്തു, ജനങ്ങളെ കേൾക്ക പറയല്ലേ, ഇവിടെ ഇരിക്കുന്നു, മനസ്സിലായില്ല. ഒരാളോടി വന്നു, അതിനെ ഭയങ്കര തെറ്റ് ചെയ്താണ് ഞാൻ വരുന്നത് നബിയെ, വല്ലാതെ തെറ്റുപോയല്ലോ, ചെയ്തു പോയല്ലോ, തെറ്റ് ചെയ്തു എന്ന് ജനങ്ങളെ കേൾക്ക പറയല്ലേ, ഇവിടെ ഇരിക്കവിടെ. അയാളോടെ ഇരുന്നു. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞാൽ മതി, അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി എന്ന് പറഞ്ഞു നോക്ക്. അല്ലാഹുമ്മ മഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബി വറഹ്മതുക അർജാ ഇൻദി മിൻ അമലി. അയാൾ പറഞ്ഞു നിർത്തിയപ്പോ പിന്നെ പറഞ്ഞു, നിർത്തല്ലേ, പറഞ്ഞു, നീ പറ, അവിടെ ഇന്ന് പറഞ്ഞു, എല്ലാവരും അവിടെ ഇന്ന് പറഞ്ഞു. ജനങ്ങൾ കുറെ ആളുകളുണ്ട്, ആ മുന്നിലിങ്ങാനും തെറ്റ് ചെയ്തു പറഞ്ഞാൽ എല്ലാവരും തെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, ഞാനായിട്ട് ചെയ്യാതിരിക്കുന്ന എന്തിനാണ് ജനങ്ങൾ തോന്നും. അതിനോട് തെറ്റ് പരസ്യമായി പറയാൻ പാടില്ല. ഇത് വളരെ വലിയ വിഷയമാണ്. പത്രങ്ങളൊക്കെ വീട്ടിൽ വരുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ വിഷയത്തിൽ മുസ്ലിമീങ്ങൾ ഇറക്കുന്ന പത്രങ്ങൾക്ക് പോലും ഈ കാര്യത്തിൽ ഒരു തീരെ ബോധമില്ല. അപ്പൊ ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഇത്തരമുള്ള ഇടപെടലുകളൊക്കെ ആരുടെ ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് ഒരു ബോധവൽക്കരണം കൊടുക്കണം എന്താണെങ്കിൽ. അതേപോലെ തന്നെ യുവജനോത്സവങ്ങൾ, അതേപോലെ തന്നെ സ്പോർട്സ് മീറ്റുകൾ, ടൂറുകൾ, ഇത്തരം പരിപാടികൾക്ക് യാതൊരു കാരണവശാലും പെൺകുട്ടികളെ അയക്കാതിരിക്കുകയും വേണം. ആൺകുട്ടികളെയും, പെൺകുട്ടികൾ വിശേഷിച്ചും ആൺകുട്ടികളെയും, സ്പോർട്സ് മീറ്റുകൾ, യുവജനോത്സവങ്ങൾ, ഈ വിഷയത്തിലൊക്കെ നേരത്തെ തന്നെ ഇന്ന് ചില രാത്രികളൊക്കെ ചില രാത്രികളൊക്കെ ഈ മലബാറിലെ ചില പ്രദേശങ്ങളിൽ രാത്രിയൊക്കെ നടക്കുന്ന ചില സ്കൂൾ യുവജനോത്സവം നട്ടപ്പാതിരക്ക് പെണ്ണുങ്ങളും ആണുങ്ങളും ചെറുപ്പക്കാരി പെണ്ണുങ്ങളും അവിടെയൊക്കെ പല ഒപ്പനകളും, ഈ ഒപ്പനകൾ മുഴുവനും അണിയിച്ചൊരുക്കുന്നത് വേറെ ചില ആണുങ്ങൾ. അതിനവർക്ക് വേറെ റൂമുകളും സൗകര്യങ്ങളും. ഉമ്മാക്ക് വാപ്പാക്ക് പണി മകളെ കൊണ്ടുപോയിട്ട് അതിന്റെ മാസ്റ്ററെ കയ്യിൽ അങ്ങോട്ട് ഏൽപ്പിക്കാം. പിന്നെ കൈകാര്യം മുഴുവൻ മാസ്റ്റർ അല്ലെങ്കിൽ അതിന്റെ ആള് ചെയ്തോളും. ഈ രാത്രി മുഴുവനും അങ്ങനെയാണ്. വളരെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ സർവ്വസാധാരണയാണ്. മുഅ്മിനീങ്ങളെ വളരെ പേടിക്കണം. അതേപോലെ യുവജനോത്സവങ്ങൾ, അതേപോലെ തന്നെ സ്പോർട്സ് മീറ്റുകൾ, ടൂറുകൾ, അങ്ങോട്ട് പോവുക, ബസ് വണ്ടി കയറി പോവുക. മാഷന്മാരും കൂടെ ഉണ്ട് എന്നാ പറയാ, ടീച്ചർമാരുണ്ട് എന്നാ പറയാ. അതിന്റെ ബാക്കി ഞാൻ പറയുന്നില്ല. മാഷന്മാരുണ്ട്, ടീച്ചർമാരുണ്ട്, വൈദികന്മാർ 2 ആളാ. എന്നിട്ടാണ് പിന്നെ അഭയ കേസ് അങ്ങനെ ആയത്. അതൊന്നും ഇപ്പോൾ ഈ നോമ്പോറ്റ് പറയാൻ പാടില്ല, ഒന്ന് മുറിഞ്ഞു. അങ്ങനെയാണ് വിഷയങ്ങൾ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഈ രൂപത്തിൽ ഞാൻ ഈ വയനാട് നിന്ന് ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരിക ഒരു രാത്രി 1 മണി നേരം, രാത്രി 1 മണി നേരം പിന്നെ സൂയിസൈഡ് പോയിന്റ് അവിടെ എത്തിയപ്പോൾ ഉണ്ട് ഒരു വലിയ ബസ് നിർത്തിയിട്ട് പെണ്ണുങ്ങളും ആണുങ്ങളും നിന്നിട്ട് തുള്ള. രാത്രി 1 മണിക്ക് മഞ്ഞ് പെയ്യുന്നുണ്ട്. ഏകദേശമൊക്കെ മാപ്പിള പെണ്ണുങ്ങളാണെന്ന് കണ്ടാലറിയാം. ഏതോ കോളേജിൽ നിന്ന് വന്നതാ.
ആ സൂസൈഡ് പോയിന്റ് അവിടെ തിരിച്ചു നിർത്തിയിട്ട് ബസ്സിൽ ഇവർ വലിയ ഒരു മ്യൂസിക് വിട്ടിട്ടുണ്ട്. ആ മ്യൂസിക്കിനനുസരിച്ച് ഈ മഞ്ഞിൽ പുറത്ത് നിന്നിട്ട് ചാടി കളിക്കാം. ഇവർ ചാടുക രാത്രി 1 മണി നേരം. കുറേ പെണ്ണുങ്ങളുണ്ട്, കുറേ ആണുങ്ങളായ ചെറുപ്പക്കാരുണ്ട്. ഞാൻ 2 മിനിറ്റ് നേരം ഇതവിടെ നിർത്തി ഒന്ന് കണ്ടു എന്താ ഇവർ ചെയ്യുന്നത്. നിങ്ങൾ വളരെ ചിന്തിക്കണം. ഇതാണ് പല ടൂറുകളും. അതൊന്നും മുസ്ലിം സമുദായത്തിന് അതൊക്കെ പെണ്ണുങ്ങളെ മക്കളെ ആ രൂപത്തിൽ മടക്കി കിട്ടുകയില്ല എന്ന് ചിന്തിക്കണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ പിന്നെ അവർ മടങ്ങി വരികയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെ ഞാനതൊന്നും ഇനി വിശദീകരിക്കുന്നില്ല, അതിനപ്പുറം വിശദീകരിക്കുന്നില്ല. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. പെൺകുട്ടികൾ, നല്ല പ്രായപൂർത്തികളായ പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഉമ്മയും ബാപ്പയും ഉസ്താദുമാരോട് പറയാ, ഒന്ന് ഉപദേശിക്ക്, പുറത്തേക്ക് ചാടുകയാണ്. മനസ്സിലായില്ല. അതിന് പറഞ്ഞതിനപ്പുറത്ത് ഇനി എന്താ പറയാൻ എനിക്ക് അറിയൂല. ഞാൻ പറയുന്നതിന് ലാസ്റ്റാണ്. എനിക്കുണ്ടാവുന്ന ചില അനുഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. 10, 18, 20 വയസ്സായ പെൺകുട്ടികളെ ഉമ്മയും ബാപ്പയും കൊണ്ടുവന്ന് ഏൽപ്പിക്കുക. എന്നിട്ട് പറയാ, ഒന്ന് പറഞ്ഞു കൊടുക്കുക. എന്താ കാരണം? കാരണം ഇസ്ലാമിയത്തിന്റെ പുറത്തേക്കാണ് സ്നേഹം പോയിട്ടുള്ളത്. അതിന്റെ അപ്പുറം ഇനി പറയാൻ കഴിയില്ല. അത് ലളിതമായി ഞാൻ പറഞ്ഞതാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്താ കാരണം? കാരണം ഇതൊക്കെ തന്നെയാ. ഇത്തരമുള്ള ചില ഇടപാടുകൾ, ബന്ധങ്ങൾ, അതിലൂടെ ചില അസ്പൃശ്യമായ സ്നേഹബന്ധങ്ങൾ വളർന്നു പോവുക. അങ്ങനെ അള്ളാഹുവിന്റെ ദീന് വരെ വിൽക്കാൻ പെണ്ണുങ്ങൾ തയ്യാറാവുക. ഇതൊക്കെ മലബാറിൽ സുലഭമായി നടക്കുന്ന ചില പരിപാടികളാണ്. ഈ വിഷയത്തിൽ ശക്തമായി ബോധവൽക്കരണം നടത്തുക. ആ വിഷയത്തിൽ അപ്രകാരമുള്ള ലഘുലേഖകൾ മറ്റുമൊക്കെ വിതരണം ചെയ്യുക. വീടുകൾ കേന്ദ്രീകരിച്ച് സ്ത്രീകൾക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് നല്ല നല്ല ബോധവൽക്കരണം നടത്തുക. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ മൊബൈല്, കമ്പ്യൂട്ടർ, അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ദുരുപയോഗത്തെ തടയുന്ന ബോധവൽക്കരണം നടത്തുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഈ മാധ്യമങ്ങൾ? അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. സാഹിത്യം അല്ലാഹ് പഠിപ്പിച്ചതാണ്. അത് അള്ളാഹ്ക്ക് വേണ്ടിയാ. സാഹിത്യത്തിന്റെ സർഗവഴി കഴിവ് നൽകിയത് അള്ളാഹുവാ. ആ സാർഗിക കഴിവ് മടക്കി കൊടുക്കേണ്ടത് റബ്ബിലേക്ക് തന്നെയാ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മളെ വീടുകളിലെ മാസ് മീഡിയയുടെ ദുരുപയോഗങ്ങൾ വളരെ ഗൗരവമുള്ള വിഷയമാകുന്നു. വളരെ ചിന്തിക്കണം. എല്ലാ വീടുകളിലും ഇന്ന് നൂറുകണക്കിന് വിദേശ ചാനലുകൾ വരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ടിവികൾ, സൗകര്യങ്ങൾ എല്ലാ വീടുകളിലും. വീട് മുഴുവനും സിനിമ കൊട്ടാരമായി മാറിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തണം. വളരെ ചിന്തിക്കണം. ഇത് തമാശയ സംഗതിയല്ല, വളരെ വലിയ വിഷയം. ഇത് വളരെ വളരെ വലിയ വിഷയമാകുന്നു. ഇത് മഹലിന്റെ ബാധ്യതയാ. ഇതങ്ങനെ നിലനിന്നു പോയാൽ ഇസ്ലാമിയത്ത് തന്നെ നഷ്ടപ്പെട്ടു പോകും. എന്റെ മുസ്ലിം പെൺകുട്ടികൾ പുറത്തേക്ക് ഒഴുകുന്നത് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ അള്ളാഹു. അതൊക്കെ ഈ അടുത്ത കാലഘട്ടത്തിൽ തുടങ്ങിയതല്ലേ? എന്തേ കാരണം? എല്ലാ വീടുകളിലും സിനിമ കൊട്ടാരം. എല്ലാ സിനിമകളുടെയും സീരിയലിന്റെയും അവസാന ലാഭം എന്താണ്? സങ്കര വിവാഹം. നമ്മളെ കാക്കട്ടെ. എല്ലാ സിനിമയുടെയും അവസാനം അതാ. എല്ലാ സിനിമയുടെയും അവസാനം ഇതിന് സർക്കാരിന്റെ വക പ്രോത്സാഹനം, മിശ്ര വിവാഹം. എല്ലാ സീരിയലുകളും ബാപ്പയുടെ ചെലവിൽ ഈ സിനിമ കാണിച്ചു കൊടുക്കും. പിന്നെ കുട്ടികൾ നാശാവുന്നതിന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തണം. പക്ഷെ ഇത് ബോധവൽക്കരണം നടത്തണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആദ്യം ഈ വിഷയത്തിൽ മഹല്ല് കമ്മിറ്റിക്ക് നിയന്ത്രണം ഉണ്ടാവണം. പ്രസിഡന്റിന്റെ വീട്ടിലാകും ഏറ്റവും കൂടുതൽ സിനിമ. ഏറ്റവും കൂടുതൽ സിനിമയും സീരിയലും അവിടെയാ പ്രശ്നം. എന്തല്ലേ? പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും വീട്ടിലായിരിക്കും. മുസ്ലിയാരെ ചെലവിനുണ്ടെങ്കിൽ അന്ന് അതിനൊരു പർദ്ദട്ട് മൂടും. അങ്ങനെയാ. അതിന് നല്ലൊരു ബുർക്ക ഒരു പർദ്ദട്ട് കൊടുക്കും. ഇന്നതിന് ബഹുമാനപ്പെട്ടവർക്ക് ഒരു പർദ്ദട്ട് കൊടുക്കും. അങ്ങനെ ഉണ്ടാവുക. മുസ്ലിയാർ ഇത് കാണണ്ട. ഇത് ഓഫാക്കിയിട്ട് പിന്നെ പർദ്ദടേണ്ട ആവശ്യമല്ല. ഓണാവുമ്പോഴാ പർദ്ദടേണ്ടത്. അല്ല, ഓഫാക്കിയിട്ട് പിന്നെ എന്തിനാടോ പർദ്ദടേണ്ട ആവശ്യം? നിങ്ങളെന്ന് ചിന്തിച്ചു നോക്ക്. ഓണാവുമ്പോ പർദ്ദടാണെങ്കിൽ അത് കാണണ്ടെന്ന് വിചാരിക്കാം.
ഓഫാക്കിയിട്ട് പിന്നെ പുറത്തേടേണ്ട ആവശ്യമില്ല. മുസ്ലിയാര് വീട്ടിൽ വരുന്ന നേരത്തെ പ്രസിഡന്റിന്റെ വീട്, സെക്രട്ടറി അടക്കം എല്ലാ വീടുകളിലും സിനിമ. ഇതിന് പ്രസിഡന്റ്, സെക്രട്ടറിമാർ ഇതിനൊരു ബോധവൽക്കരണം നിർബന്ധമാണ്. എല്ലാ വീടുകളിലും സിനിമ, സീരിയൽ തന്നെ. വീട് മുഴുവനും റിയാലിറ്റി ഷോ, തമ്മാടിത്തരം. എല്ലാ വീടുകളിലും പെണ്ണുങ്ങൾ ഇതിന്റെ അടിമകളായിരിക്കുന്നു. ഇശാ മഗ്‌രിബിന്റെ ഇടയിലെ സിനിമ കാണാൻ പേടി, ഹിന്ദുവിന് പേടിയാ. ആ നേരത്ത് രാമരാമാണ്. അവരൊരു വിശ്വാസത്തിന്റെ ഒരു മന്ത്രം ചൊല്ലും. ക്രിസ്ത്യാനി ആ നേരത്ത് കയ്യടിച്ചൊരു പാട്ടുപാടെങ്കിലും ചെയ്യും. നേരെ മറിച്ച് മാപ്പിളമാരെ വീട്ടിൽ അന്നേരത്ത് സിനിമ കാണും. അതേ നേരത്ത് ദിക്ർ ചൊല്ലിയിരുന്ന, ഹദ്ദാദ് ചൊല്ലിയിരുന്ന, വാക്കയും തബാറക്കയും ഓടിയിരുന്ന വീടുകളിൽ ഇന്ന് അതേ സമയത്ത് തെമ്മാടിത്തരം നടക്കുന്നു. ഇത് വളരെ വലിയ വിഷയമാകുന്നു. എല്ലാ വീടുകളും ഇതുകൊണ്ട് നശിച്ചു പോയിരിക്കുന്നു. പെണ്ണുങ്ങൾ മുഴുവനും പുറത്തേക്ക് ചിന്തിക്കാനും വ്യഭിചാരത്തെ കുറിച്ച് ആലോചിക്കാനും ഇത്തരം മാധ്യമങ്ങൾ കാരണമായിരിക്കുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് വളരെ ഒരു പ്രശ്നമാണത്. അതിനൊരു ന്യായീകരണമല്ല. എന്ത് ന്യായീകരണമാണ്? വീട്ടിൽ ഇത്തരം ഉപകരണങ്ങൾ വെക്കുന്നതിൽ എന്ത് ന്യായീകരണ? പറയും നമ്മളെ ഒരു വാർത്ത കാണാൻ വേണ്ടിയാണ്. എന്തിനാണോ വാർത്ത കാണേണ്ട ആവശ്യം? എന്തിനൊരു വാർത്ത ഇത്ര വാർത്ത കാണേണ്ട ആവശ്യം എന്താ? വാർത്ത അല്ലാതെ തന്നെ മനസ്സിലാക്കാൻ ഇവിടെ സൗകര്യങ്ങളില്ലേ? ഞാനൊരു ഒരു വാർത്തയും കാണാറില്ല. എന്നിട്ട് എനിക്ക് കമ്മി എന്താ? അല്ല, നിങ്ങൾക്ക് കിട്ടുന്നതും എനിക്ക് കിട്ടാത്തതുമായ ഒരു വിഷയം പറയും, ഞാൻ അതൊന്ന് പറയാലോ. നിങ്ങൾക്കൊക്കെ കിട്ടുന്നതും, നിങ്ങൾക്ക് സിനിമ കാണുന്ന നിങ്ങൾക്കും വാർത്തകൾ നിത്യമായി കാണുന്ന നിങ്ങൾക്ക് കിട്ടുന്നതും എനിക്ക് കിട്ടാത്തതുമായ ഒരു വിഷയം പറഞ്ഞു തരും. എന്നാൽ അങ്ങനെ ഒന്ന് കാണാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറയാലോ. ഞാനത് അഹങ്കാരം പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. ഈ എല്ലാ ദിവസവും ഈ വാർത്ത കാണുന്ന നിങ്ങൾക്ക് അറിയുന്നതും എനിക്കറിയാത്തതുമായ ഒരു വിഷയം പറയും. അല്ല, അതൊന്ന് പറയും. അപ്പൊ അതൊക്കെ വെറുതെ കളവ് പറയുക, വെറുതെ. അല്ലെങ്കിലും എന്റെ ഭാര്യ പാത്തുമാക്കി ഇത് കാണേണ്ട, ഈ വാർത്ത അറിയേണ്ട ആവശ്യം എന്താ ഉള്ളത്? അമേരിക്കൻ പ്രസിഡന്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും തമ്മിൽ ചർച്ച നടത്തി. ഇത് പാത്തുമ്മ അറിഞ്ഞിട്ട് എന്താ കാര്യം? അല്ല, ഇതിലെന്താണ് അവർക്ക് ഇടപാട്? എന്താണ് പാത്തുമ്മക്ക് ഇതിൽ ഇടപാട്? എന്താ ആ ചർച്ചയിലെ ഉച്ചകോടിയിലെ വിഷയം ഇല്ലാതാക്കാൻ പാത്തുമ്മക്ക് കഴിയില്ല. പിന്നെ അതിന് എന്തെങ്കിലും ഇടപെടാൻ പാത്തുമ്മക്ക് കഴിയില്ല. പിന്നെ പാത്തുമ്മ ഇത് കാണേണ്ട ആവശ്യം എന്താണുള്ളത്? പാത്തുമ്മക്ക് ആകെ കാണേണ്ടത് എന്റെ വിഷയം, അത് കാണാൻ പാത്തുമ്മക്കോട് നേരമില്ല. അല്ല, നീ ചിന്തിക്ക. നിന്റെ കാര്യത്തിൽ ഇടപെടാൻ പാത്തുമ്മക്ക് നേരമില്ല. അമേരിക്കൻ പ്രസിഡന്റിന്റെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉച്ചകോടിയിൽ പാത്തുമ്മ ഇടപെട്ടിട്ട് എന്ത് കാര്യം? അപ്പൊ ഈ ചുരുക്കത്തിൽ അതിന് പറയുന്ന ന്യായങ്ങൾ തന്നെ ന്യായങ്ങളല്ല. അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. പിന്നെ പറയും അത് പന്ത് കളി കാണാൻ വേണ്ടിയാണ്. എന്റെ ഈ പന്ത് കളി ജർമ്മനിയിലൊക്കെയുള്ള നല്ല ഈ തൊടവണ്ണങ്ങൾ 1.5 കുബി വീതി നല്ല തൊടവണ്ണുള്ള നല്ല നല്ല ബ്രിട്ടീഷുകാര്, ഇംഗ്ലീഷുകാര്, ജർമ്മനിക്കാര്, ചെറുപ്പക്കാര്, 10, 25, 28 വയസ്സുള്ള ചെറുപ്പക്കാര് തൊടക്കുറ്റിയുടെ അടിഭാഗം ഇളക്കിയിട്ട് ഒരു പന്തിന്റെ പിന്നാലെ എങ്ങനെ പോകുന്നത് അവൾ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ആലോചിക്കുക, പഠിച്ചോനെ ഇങ്ങനെയൊക്കെയുള്ള ആണുങ്ങൾ നാട്ടിലുണ്ടായിട്ടോ എനിക്ക് കിട്ടിയ ഒരു ഹമുക്ക് ഇതാണല്ലോ. അയ്യ എന്റെ മുറിഞ്ഞു പറഞ്ഞാൽ എന്തിനാടോ ഇതൊക്കെ വീട്ടില്? എന്താ നിന്റെ മായന? നിങ്ങളുടെ സ്വന്തം അവളിങ്ങനെ ആലോചിക്ക, എന്റെ ബാപ്പാക്ക് ഒരു ആമുക്കിനെ കിട്ടിയതാണല്ലേ ഇത് എന്ന്. നിന്റെ ചെലവിൽ നിന്റെ പെണ്ണ് വ്യഭിചരിക്കുക, കണ്ണെങ്കിൽ വ്യഭിചരിക്കും, കൽബും വ്യഭിചരിക്കും. ഇതൊക്കെ വീടാൻ തന്നെ നശിപ്പിച്ചു. വല്ലാതെ പരിധി വിടുമ്പോൾ കുട്ടികളെ എവിടെയാക്കി ഇയാളുടെ മനസ്സിലാവും പോയേക്കും. നമ്മളെ കാക്കട്ടെ. ഒരു മഹലിലേക്ക് എന്നെ വിളിച്ചു, ഒരു മഹലിലേക്ക് എന്നെ ഈ അടുത്ത് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ ഒരു മഹലിലേക്ക് വിളിച്ചു. വേറെ പറയാൻ വേണ്ടി പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് വെച്ചു. സ്ത്രീകളൊന്നും ചാടിപ്പോകരുത് എന്ന് പറയണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം വെച്ചു. ഒരു പെണ്ണ് അടുത്ത ദിവസം ചാടിപ്പോയി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള പെണ്ണുങ്ങളിങ്ങനെ ഇനി ചാടിപ്പോകരുത് എന്ന് പറയാനാണ്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ ചാടലിന്റെ കാരണം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു അടുത്ത വീട്ടില് ഒരു ഹരിജനായ ഒരു ചെറുപ്പക്കാരനാണ് ഓട്ടോറിക്ഷ ഓടിക്കുന്നത്. അവനാണ് ഇവിടെ സാധനം കൊണ്ട് കൊടുക്കുക. അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ അവിടെ ചെയ്യും. പിന്നെ അവിടെ ഇരുന്ന് ടി വി കാണും. അപ്പൊ അവളും ഉണ്ടാവും അവനും ഉണ്ടാവും. അത് മൂത്തപ്പോൾ ചാടിപ്പോയി. ഈ കോഴിക്കോട് ജില്ലയിലെ ഒരു മഹലെന്ന് എന്നോട് പറഞ്ഞതാണ്. ഇവിടെ ഈ കോഴിക്കോട് ജില്ലയിൽ എങ്കിൽ പിന്നെ ഇന്നെ വിളിച്ച് വയൽ പറഞ്ഞിട്ട് എന്താ കാര്യം? അവന് പരിഹാരം ഒന്നേ ഉള്ളൂ. എന്ത്? ഈ പെണ്ണുങ്ങളെ നാശമാക്കുന്ന ഈ സാധനം വീട്ടിൽ നിന്ന് അങ്ങോട്ട് മാറ്റുക. നമ്മൾ വയൽ പറഞ്ഞാൽ രാവിലെ പറഞ്ഞ ഉച്ചക്ക് ഓർമ്മയില്ല, ഈ കേൾക്കുന്നവന് ഓർമ്മയില്ല, പറയുന്നത് ഇതിന്റെ അർത്ഥമുള്ളത്. മോർസിനെ കൊണ്ടത് വയൽ പറഞ്ഞാൽ എന്ത് പരിഹാരം ഉണ്ടാവുക?
പരിഹാരം എന്താ ഉള്ളത്? പരിഹാരം ഉള്ളത് എന്താണെന്നറിയോ? ഇതുണ്ടാവാനുള്ള കാരണങ്ങളില്ലാതാക്കല്ലേ. നമ്മളിങ്ങനെ മൂക്കിലിങ്ങനെ തൂവലിട്ടിട്ട് ഇങ്ങനെ പിടപ്പിക്കുക, എന്നിട്ട് വയറ് പറയാ എന്ത് തുമ്മരുതേ. അതെന്ത് മാനുള്ളത്? നിങ്ങളെ പെണ്ണുങ്ങൾക്ക് ടി വി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക ചാടിപ്പോകരുതേ. എന്ത് മാനുള്ളത്? ഉള്ള സിനിമയും ഈ സീരിയൽ മുഴുവൻ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് കാണിച്ചു കൊടുക്കണ പണിയാ നിങ്ങൾക്ക്. ഞങ്ങളെ പറഞ്ഞേൽപ്പിക്കുക. ഏതെങ്കിലും നാട്ടിൽ മാലിൽ പെണ്ണുങ്ങൾ ചാടിപ്പോയാൽ ഒക്കെ മുസ്ലിംക്ക് കുറ്റം. ഇന്നത്തെ മുസ്ലിംമാരൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. മനുഷ്യൻ നന്നാവണില്ല. എങ്ങനെ ഉണ്ടാവും? ഇയല്ലേ നാശാക്കണം. വളരെ ചിന്തിക്കണം. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ശക്തമായ മാസ് മീഡിയ ദുരുപയോഗം, ശക്തമായ ബോധവൽക്കരണം നടത്തൽ വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്. മാത്രമല്ല ഈ വിഷയം ഒന്നും പറയണ്ട, സെൻസർ ബോഡി എന്ന ഒരു സംഗതി നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതുപോലെയാണ്. വൃത്തികെട്ട ആഭാസങ്ങളാണ് പുറത്തിറങ്ങുന്നത്. സത്യത്തിൽ കലയുടെയും സാഹിത്യത്തിന്റെയും പരിധിയുണ്ട്. സെൻസർ ബോർഡ് എന്ന പേരിൽ രാജ്യത്തിന്റെ ശമ്പളം പറ്റുന്ന ഒരു വിഭാഗം ആളുകളുടെ സർക്കാരിന്റെ ശമ്പളക്കാരിരിക്കുന്നുണ്ട്. എന്നിട്ടും മാംസങ്ങളെ പ്രദർശിപ്പിക്കുന്ന സിനിമകളും സീരിയലുകളും വീട് വീടാന്തരം വിതരണം ചെയ്യപ്പെടുന്നു. എന്താ കാരണം? കാരണം ഇവിടെ ധാർമ്മിക ബോധം സർക്കാരിനും ഉദ്യോഗസ്ഥന്മാർക്കും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതേപോലെ തന്നെ പെണ്ണുങ്ങളുടെ മൊബൈൽ ഉപയോഗം, പെണ്ണുങ്ങളെ മൊബൈൽ ഉപയോഗം വളരെ പേടിക്കേണ്ട ഒരു സംഗതിയാണ്. 6 മാസത്തിനുള്ളിൽ 800ഓളം കുടുംബ കലഹങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ ഉണ്ടായി എന്നൊരു പ്രധാനപ്പെട്ട പത്രപ്രവർത്തകൻ എന്നോട് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഇത് തമാശ പറയല്ല. എന്താ കാരണം? മൊബൈൽ ഉപയോഗം. പെണ്ണുങ്ങൾക്ക് മൊബൈൽ എത്തിച്ചു കൊടുക്കുക. എല്ലാ വീടുകളിലും പെണ്ണുങ്ങൾക്ക് മൊബൈൽ. ആർക്കും വളരെ ചിന്തിക്കണം. വീടുകളിൽ ഫോൺ ഉണ്ടാവാം. ആ ഫോൺ പൊതുവായ സ്ഥലത്തായിരിക്കണം. ആര് വിളിച്ചു, ആര് വന്നു, ആര് എന്ത് പറഞ്ഞു, എല്ലാവർക്കും അറിയാൻ പറ്റണം. ഇത് പ്രധാനപ്പെട്ട കാര്യ. എന്തിനാണ് അതിന് പുറമെ പെണ്ണിന്റെ കയ്യിൽ ഒരു മൊബൈൽ? ഇതൊരു അത്യാവശ്യ ഘട്ടത്തിൽ ഉപയോഗിക്കാൻ ഒന്ന് വീട്ടിലുണ്ടാകാം. പക്ഷേ അത് പാപ്പയുടെയും ഉമ്മയുടെയും ഭർത്താവിന്റെയും അറിവോടുകൂടെ ആയിരിക്കണം. ഇത് അറിയാൻ പാപ്പാക്കും ഉമ്മാക്കും വയസ്സാണ്. പറയിച്ചു കൊടുക്കേണ്ടവൻ നാട്ടിലില്ല. എന്താ സാഹചര്യം? ഇന്ന് നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലം ഇന്നലെ ഈ അടുത്ത കാലം വരെ നട്ടപ്പാതിരക്ക് വിരുന്ന് പോകുന്ന പെണ്ണുങ്ങൾ കൊട ചൂടിയിട്ട് ബുർക്കയിട്ട് പോകും. ഇല്ലേ? ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ ഈ അടുത്ത കാലം വരെ മനസ്സിലായില്ലേ? കൊട ചൂടി ഇല്ല. ഇത് കണ്ടിട്ടില്ലേ? മഴയൊന്നുമില്ല. ഇല്ല ബിരിയാണി ഉണ്ടായിട്ടില്ലേ? ഒന്ന് വയസ്സായ മനുഷ്യന്മാരെങ്കിലും പറയേ. വയസ്സായിട്ടുണ്ട്, നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ഇല്ലേ? ഒന്ന് പറയേ. ഇല്ലേ? ഈ അടുത്ത കാലഘട്ടം വരെ എന്ത് ചെയ്യും? നട്ടപ്പാതിരക്ക് വിരുന്നിന് പോകുന്നവര് പെണ്ണുങ്ങൾ വരെ കൊട ചൂടി പർദ്ദ ഇട്ട് പോകും, പീടിയൊക്കെ അടച്ചിട്ട് പോകുള്ളൂ. ഇതേ പെണ്ണുങ്ങളുടെ പിന്തലമുറക്കാരെ ഇന്നത്തെ രീതി എന്താ? ഇന്ന് ഒരു ബാഗ് ഇങ്ങനെ വെക്കും, എന്നിട്ടോ ഞാൻ നടക്കും റോട്ടിലൂടെ. ഒരു മൊബൈല് ഇങ്ങനെ ഉണ്ടാവും. ഏത് റോട്ടിൽ പോയാലും ഇതൊക്കെ പർദ്ദയിട്ട പെണ്ണുങ്ങളാണ്. ഇത്തരം മൊബൈൽ ഉപയോഗിച്ച് ഇങ്ങനെ പോകാൻ ഹിന്ദു സ്ത്രീകൾക്ക് മടിയാണ്. ഹിന്ദു സ്ത്രീകളിൽ പോലും പലപ്പോഴും അങ്ങനെ കാണില്ല. ഏതോ കോളേജ് വിദ്യാർത്ഥിനികളെ കണ്ടെങ്കിലായി. കുടുംബിനികളായ അമ്മമാരെയൊന്നും പലപ്പോഴും ഞാനങ്ങനെ കാണാറില്ല. നേരെ മറിച്ച് അതേ സമയത്ത് പർദ്ദയിട്ട പെണ്ണുങ്ങൾ മൊബൈൽ വിളിച്ച് ഇങ്ങനെ പോകും. ഈ വിഷയം ഇന്ന് നാട്ടു നടപ്പായിരിക്കും. ഇതൊന്നും നമ്മുടെ വിഷയമല്ല എന്ന് വിചാരിക്കരുത്. ഇത് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് മാസ് മീഡിയ ദുരുപയോഗം, മൊബൈൽ, ആവശ്യമില്ലാത്ത മൊബൈൽ, ചെറുപ്പക്കാരുടെയൊക്കെ കയ്യിൽ മൊബൈൽ, ഒരു മൊബൈലിലൊക്കെ 10-20 മണിക്കൂർ ബ്ലൂ ഫിലിം കാണാനുള്ള സൗകര്യങ്ങൾ. ഈ വിഷയത്തിൽ ബോധവൽക്കരണം നടത്തുക. പിന്നെ നിർബന്ധമായും, ഇന്നത്തെ പ്രത്യേകിച്ച് നിർബന്ധമായും കുട്ടികൾ, ചെറുപ്പക്കാര് വീട്ടിലെത്തുന്ന കാര്യം, രാത്രി വീട്ടിലെത്തുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് 3 മാസത്തിൽ ഒരിക്കലെങ്കിലും ജുമായിലെ പ്രഭാഷണത്തിനും മറ്റുമായി ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഉസ്താദ് പറഞ്ഞിരിക്കണം. നിർബന്ധമാണ്. വളരെ ചിന്തിക്കണം. 2 കാര്യമാണ് കുട്ടികളുടെ കാര്യത്തിൽ ചിന്തിക്കേണ്ടത്, മഹല്ല് ചെയ്യേണ്ടത് ബോധവൽക്കരണത്തിൽ. 1, അവരുടെ കൂട്ടുകാരെ തെരഞ്ഞെടുക്കുന്ന കാര്യം. കൂട്ടുകാർ അൽമാറു അലാ ദീനി ഖലീലിഹി ഖാല റസൂലുള്ളാഹി. ഏതൊരാളും അവന്റെ കൂട്ടുകാരന്റെ മതത്തിന്റെ മേലായിരിക്കും. അപ്പൊ കൂട്ടുകാരന്റെ മതം എന്താണോ അതായിരിക്കും അവന്റെയും മതം. അപ്പൊ ഈ കാര്യം ചെറുപ്പക്കാര് ഈ കാര്യത്തിൽ മഹല്ല് ശക്തമായി ഇടപെടണം, ബോധവൽക്കരണം നടത്തണം.
അങ്ങനെ ചെറുപ്പക്കാർ അങ്ങാടികളിൽ അഴിഞ്ഞാടുക, ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഇങ്ങോട്ട് നോക്കൂ, ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ആ നാട്ടിൽ ഒരു ക്ലബുണ്ട്. എന്താ ക്ലബിന്റെ പേര്? കൗബോയ്സ്, കാളക്കുട്ടന്മാർ. മലപ്പുറം ജില്ലയിലെ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ മാത്രം നടത്തുന്ന ഒരു ക്ലബിന്റെ പേരാണ് എന്ത്? ഒന്ന് പറ. കൗബോയ്സ്, മൂരിക്കുട്ടന്മാർ. മാപ്പിളാര് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് തമാശ തോന്നുന്നുണ്ടോ? ഞാൻ തമാശ പറയണം. ഒരു സ്ഥലത്തെ ഒരു ക്ലബിന്റെ പേര് ബാഡ് ബോയ്സ്, ചീത്തക്കുട്ടികൾ. ഒരു ക്ലബിന്റെ പേരാ ബാഡ് ബോയ്സ് എന്ന ക്ലബ്. ഇഷ്ടം പോലെ ഉണ്ട് കേരളത്തിൽ. ഒന്ന് പറ, ഇവിടെ ഉണ്ടോ? ഉണ്ടേ പോവടോ. പടച്ചോനെ നരകത്ത് പോയി കുട്ടികളെ നോക്കിയിട്ടില്ലെങ്കില് നമ്മൾ മുസ്ലിയാരാ കമ്മിറ്റിയാന്ന് പറഞ്ഞു എന്നാ പറയുന്നത് ഉത്തരവാദിത്തമുണ്ട് നമുക്ക്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. വളരെ പ്രധാനപ്പെട്ട നമ്മളെ കുട്ടികൾ. മലപ്പുറം ജില്ലയിലടക്കമുള്ള ചില ക്ലബുകളുടെ പേരാണ് ബാഡ് ബോയ്സ്, ചീത്തക്കുട്ടികൾ. ചിന്തിക്കണം. SYS എന്നല്ല, SKSF എന്നല്ല, SMF എന്നൊന്നും അല്ല പേര്. എന്താ പേര്? ബാഡ് ബോയ്സ്. ക്ലബിന്റെ പേര് ബാഡ് ബോയ്സ്, ചീത്തക്കുട്ടികൾ. ക്ലബിന്റെ പേര് ബാഡ് ബോയ്സ്. ഒരു ക്ലബിന്റെ പേര് കൗബോയ്സ്. കൗബോയ്സ്, കളക്കുട്ടന്മാർ, മുരിക്കുട്ടന്മാർ. ഇതൊക്കെ ആ മഹല്ലുകളിലൊക്കെ സമസ്തക്ക് നേതൃത്വം നൽകിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ആ മഹല്ലുകളിലെല്ലാം ഒരു കാലഘട്ടത്തിൽ സമസ്തക്ക് നേതൃത്വം നൽകിയ ആലിമീങ്ങൾ ഉണ്ടായിരുന്നു. ആ ജനതയുടെ പിന്തലമുറക്കാരുടെ അവിടെ ഒരു ക്ലബ് ഉണ്ടാക്കുന്നു. ക്ലബിന്റെ പേര് ബാഡ് ബോയ്സ്, കൗബോയ്സ്. ചിന്തിക്കും നമ്മുടെ നാട്ടിന്റെ അവസ്ഥ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ വിഷയത്തിൽ മഹല്ല് ഇടപെട്ടേ മതിയാവൂ. എങ്ങനെ ഇടപെടുക? മാതാപിതാക്കളെ ഇടപെടിക്കുക, ബോധവൽക്കരണം നടത്തുക. ഈ വിഷയത്തിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക. മാതാപിതാക്കളെ ഈ വിഷയത്തിൽ ബോധവാന്മാരാക്കുക. കുട്ടികളെ പിടിച്ച് ഉസ്താദ് പ്രത്യേകിച്ച് പള്ളിയിൽ വരുത്തിയിട്ട് ചെറുപ്പക്കാർക്ക് വേണ്ടി മാത്രം കൗൺസിലിംഗ് നടത്തുക. ഇതൊക്കെ ഉസ്താദിന്റെ ഉത്തരവാദിത്തമാവുന്നു. ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഒരു കൗൺസിലിംഗ് ഉസ്താദിന്റെ വക. അതിലൊക്കെ കാര്യങ്ങൾ നല്ല സ്നേഹമസൃണമായ വാക്ക് പറഞ്ഞു കൊടുത്ത് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇവിടെ വളരെ നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെ മലബാറിൽ തന്നെ ഇത്തരം ക്ലബ്ബുകൾ സ്ഥാപിക്കുന്നതിന്റെ പിന്നിൽ മറ്റു പല റാക്കറ്റുകളും പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ്. മദ്യപാനത്തിന്റെ ശീലം ഏറ്റവും കൂടുതൽ അധികരിക്കുന്നത് മലബാറില. അതിന്റെ പിന്നിൽ വല്ലവരും ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഒക്കെ ഉണ്ടാകും. മൊസാദിന് വരെ കളിയുണ്ടാവും. പക്ഷെ നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മൊസാദിന്റെ കളിയൊക്കെ അത്ര അഡപ്റ്റായിരിക്കും. വളരെ ആഴത്തിലായിരിക്കും കളി ഉണ്ടാവുക. അങ്ങനെയാ. ഒരു പള്ളിയിൽ, അറബ് നാട്ടിലെ ഒരു പള്ളിയിൽ UAE 3 കൊല്ലം ഇമാമായി നിന്നു ഒരാൾ. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ, കളി നിങ്ങൾ ചിന്തിക്കണം. ഒരു മിസ്രി 3 കൊല്ലം ഇമാമായി നിന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ മടങ്ങിപ്പോയി. ആ നല്ല ഓത്ത്, നല്ല ഉഷാറുള്ള ആള്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അയാൾ മടങ്ങി വന്നില്ല. അപ്പോൾ ആ നാട്ടിലെ ചില ആളുകൾ അയാളെ തന്നെ മടക്കി കിട്ടാൻ വേണ്ടിയിട്ട് അയാളെ നാട്ടിലേക്ക് പോയി തിരിച്ച് ക്ഷണിക്കാൻ വേണ്ടി മിസ്രിലേക്ക് ചെന്ന് നോക്കുമ്പോൾ അയാൾ ക്രിസ്ത്യാനിയാണ്. തിരിഞ്ഞില്ല. ക്രിസ്ത്യാനി ആയതല്ല. നിങ്ങൾ ഇവിടെ ഇല്ല എന്നാ തോന്നുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഒന്നും പറഞ്ഞിട്ട് മനസ്സിലാവണില്ലേ? ഇയാൾ ആൾറെഡി നേരത്തെ എന്താണ് ഉറക്കെ പറയടോ, ക്രിസ്ത്യാനിയാണ് ഇയാൾ. ഈ 3 കൊല്ലം അവിടുത്തെ ഓരോ നീക്കങ്ങളിലും അയാൾ ഇടപെട്ടിട്ടുണ്ട്. ഇതൊക്കെ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. വളരെ ചിന്തിക്കണം. അരിറ്റിപ്പെറുക്കുന്ന അറബ് നാട്ടിലെ പോലും കഥ എങ്ങനെയാണ്? മൊസാദിന്റെ കളി നിങ്ങൾ വിചാരിച്ചാൽ ഭയങ്കര കളിയായിരിക്കും. ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ മാത്രം ഇത്രയേറെ മദ്യപാനം അധികരിക്കുന്നതായ വാർത്ത വരുന്നു. ഇതിന്റെ പിന്നിൽ കളിയുണ്ടോ? സംശയിക്കണം. എന്തുണ്ടായാലും അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തണേ. പക്ഷെ നമ്മളെ ഉത്തരവാദിത്തം നിർവഹിക്കണം. നമ്മൾ ജാഗരൂകരാകണം. ഈ വിഷയത്തിൽ ബോധവാന്മാരാകണം. അപ്പോൾ ഇത്തരം കാര്യങ്ങള്, അതേപോലെ തന്നെ ഇന്റർനെറ്റ് കഫേകൾ നമ്മളെ കുട്ടികൾ സമയം ചെലവഴിക്കുന്നു. ഈ വിഷയങ്ങളിൽ ബോധവൽക്കരണം നടത്തണം. ജനങ്ങളെ, ചെറുപ്പക്കാരെ കൂടുതൽ നാശമാക്കുന്ന ഇന്റർനെറ്റ് കഫേകളെ കുറിച്ച് ഒരു നാട്ടിൽ അങ്ങനെയുള്ള ഇന്റർനെറ്റ് കഫേകൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവരെ ബോധവാന്മാരാക്കുകയും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യണം.
ഇത്തരം കാര്യത്തിലൊക്കെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കമ്പ്യൂട്ടർ നിർബന്ധമായും പൊതുമുറിയിലായിരിക്കണം. കമ്പ്യൂട്ടർ നിർബന്ധമായും വീട്ടിലെ കമ്പ്യൂട്ടർ പൊതുമുറിയിലായിരിക്കണം. കമ്പ്യൂട്ടർ അതുപോലെ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ട് മക്കൾ ഇത് ഉപയോഗിക്കും? അത്യാവശ്യം വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു സാധനം എന്ന നിലയിൽ മാതാപിതാക്കൾ അത് ഇഷ്ടപ്പെടുകയും ചെയ്യും. പക്ഷേ അതിനവർ ദുരുപയോഗം ചെയ്യുന്നു. രാത്രി 2 മണി 3 മണി വരെ മക്കൾ അതിൽ നിന്ന് വളരെ മോശപ്പെട്ട വൃത്തികെട്ട രീതികളും ഫിലിമുകളും സ്വീകരിക്കുന്നു. ബാപ്പമാര് വളരെ നല്ലവരായി സുബഹിക്ക് എണീറ്റ് പോകുന്നു, പക്ഷേ അതുവരെ വീട്ടിൽ തെമ്മാടിത്തരം നടന്നിരിക്കുന്നു. ഇതേറിയ കൂറും നമ്മളെ നാട്ടിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യം പ്രധാനമായി ശ്രദ്ധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.